കഴിഞ്ഞ പ്രാവശ്യം നടന്ന ക്ലാസ്സിനെ കുറിച്ച് 1-2 കമൻറ്റ് എനിക്ക് വന്നിട്ടുണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കാം. ക്ലാസ് ആകുമ്പോൾ ചോദ്യം ചോദിക്കാമല്ലോ അല്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ആയിരിക്കണം, നമ്മൾ ഇൻട്രാക്റ്റീവ് ആയിട്ട് തന്നെയാണ് പോകാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ് എടുക്കാൻ തുടങ്ങിയ വിഷയം ഏതാണ്, അല്ലെങ്കിൽ ഏത് വാക്യം വായിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്? മത്തായി സുവിശേഷം 22-ാം അധ്യായം 29-ാമത്തെ വാക്യം. എന്താ നമ്മളിവിടെ വായിച്ചത്? തിരുവെഴുത്തുകളെയും ദൈവശക്തിയെ നിങ്ങൾ അറിയായതുകൊണ്ട് തെറ്റിപ്പോകുന്നു. അപ്പം നമ്മളവിടെ പഠിച്ചത് ദൈവവചനം പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യം, ദി ഇമ്പോർട്ടൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ സ്ക്രിപ്ചേഴ്സ് അല്ലേ. ദൈവവചനം പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യത നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓർക്കുകയുണ്ട്. പക്ഷേ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുകയില്ല. നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നിന്ന് 3 കാര്യങ്ങളൊക്കെ പഠിക്കുകയുണ്ടായി. എന്തൊക്കെയായിരുന്നു ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ദൈവവചനം പഠിക്കേണ്ടതെന്ന്. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ എമോസിലേക്ക് പോയ 2 ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ കർത്താവ് അവർക്ക് എന്ത് ചെയ്യുന്നു വായിക്കുന്നത്? ഹി എക്സ്പ്ലെയിൻഡ് ദ സ്ക്രിപ്ചേഴ്സ് ടു ദം, റൈറ്റ്. നമ്മൾ കർത്താവ് അവർക്കത് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ എന്ത് സംഭവിച്ചെന്നാണ് വായിക്കുന്നത്? 1 മാസം കഴിഞ്ഞല്ലേ, പിന്നെ ഇവിടെ ഓർത്തിരിക്കുന്നത് അല്ലേ. അവരുടെ കണ്ണ് തുറന്നെന്നാണ് വായിക്കുന്നത് അല്ലേ. അവരുടെ കണ്ണ് തുറന്നു, ദെയർ ഐസ് വെർ ഓപ്പൺഡ്. ദൈവവചനം വായിക്കുക എന്നുള്ളത് കേവലം നമ്മൾ എല്ലാ ദിവസവും വൈകിട്ട് ദൈവവചനം വായിക്കാതെ കിടന്നുറങ്ങുന്നത് ശരിയല്ലല്ലോ. നമ്മൾ ചെറുപ്പം മുതലേ അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത് അല്ലേ. ദൈവവചനം വായിക്കാതെ കിടന്നുറങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ദൈവവചനം ഓടിച്ചൊന്ന് വായിച്ചിട്ട് കിടക്കാം. അങ്ങനെയുള്ള വായനയല്ല കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കണ്ണ് തുറക്കണം. ദൈവവചന വായനയിൽ കർത്താവ് അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. രണ്ടാമത് നമ്മളെന്താ പഠിച്ചത്? മറന്നുപോയി. തെളിയിച്ചു കൊടുത്ത് കർത്താവ് അല്ലേ. അവർക്കത് പ്രൂവ് ചെയ്ത് കൊടുത്ത് കർത്താവ്. പ്രൂവ് ചെയ്ത് കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? അവരുടെ ഹൃദയത്തിൽ കത്തലുണ്ടായി. ഞാൻ റിഫ്ലക്ടർ എക്സാമ്പിളൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ. അവരുടെ ഹൃദയത്തിലൊരു കത്തലുണ്ടായി. കാരണം ചെറിയൊരു വെട്ടം നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ ആ ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ വലിയൊരു ലൈറ്റ് നമ്മുടെ ഉള്ളിലോട്ട് വരിക. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹൃദയത്തിൽ ആ കത്തലുണ്ടാകുക. ദൈവവചന വായനയിൽ നമ്മുടെ ഹൃദയം കത്തണം. മൂന്നാമത് നമ്മളൊന്ന് വായിച്ചേ. നമ്മൾ അവിടെ തന്നെ വായിച്ചു. ദൈവവചന പഠനത്തിൽ നമുക്ക് നടക്കേണ്ട 3-ാമത്തെ കാര്യം എന്തായിരുന്നു? ഹി മെയ്ഡ് ദം ടു അണ്ടർസ്റ്റാൻഡ് ദ സ്ക്രിപ്ചേഴ്സ്. ആ ദൈവവചനം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ തക്കവണ്ണം കർത്താവിനിടയായി തീർന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അവരുടെ ബുദ്ധിയെ തുറന്നു വായിക്കുന്നു. ഇത്രയും പറഞ്ഞ് ഞാൻ ആ ടോപ്പിക്ക് വിടുക. ഇനി നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലോട്ട് പോകാനായിട്ട് കഴിയില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിന് ശേഷം 2 കമൻറ്റ് എനിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞാൽ അതൊന്ന് മനസ്സിലായില്ല എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് അത് മാത്രം ഒന്ന് പറഞ്ഞു പോകാൻ ഞാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തെ കാര്യം, ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞുണ്ടായി. ദൈവവചനത്തിൽ പറയുന്ന ഓരോ വാക്യത്തിലും ദൈവം എന്താണ് അർത്ഥമാക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അത് ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു. എന്തായിരുന്നത്? ആരാധന അല്ലേ. ദൈവം ആരാധനയിൽ നിന്ന് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ റോമാലേഖനം 12-ാം അധ്യായം, റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 1 and 2 ഞാൻ പറഞ്ഞായിരുന്നു. അവിടെ നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താ? നാം ദൈവത്തെ ആരാധിക്കാൻ എല്ലാ ഞായറാഴ്ച ഇവിടെ വന്നിരുന്ന് സീറ്റിൽ വന്ന് ഇരുന്നിട്ട് എൻ്റെ ശരീരം കൊണ്ട് ഇവിടെ വെച്ചുകൊണ്ട് കാര്യമുണ്ടോ? കർത്താവ് ആഗ്രഹിക്കും നമ്മുടെ ആരാധന? ഇല്ല. ശരീരം കൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റുമോ? നമുക്ക് പറഞ്ഞായിരുന്നു അല്ലേ. ശരീരം കൊണ്ടല്ല. കർത്താവ് തന്നെ പറഞ്ഞു എങ്ങനെ ആരാധിക്കണം എന്ന് പറഞ്ഞ്, എന്നെ ആരാധിക്കുന്നവർ ആത്മാവിൽ ആരാധിക്കണം. അപ്പോൾ എൻ്റെ ശരീരം ഞാൻ തകർക്കുവാൻ യാഗപീഠത്തിൽ നിർത്തി കൊടുക്കണം, അല്ലെങ്കിൽ കത്തിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. എൻ്റെ ജീവിതം, കഴിഞ്ഞ ഒരാഴ്ചയിലെ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ മരണസമാനമായ ജീവിതമായിരിക്കണം. എൻ്റെ ശരീരത്തെ ഞാൻ മരിപ്പിച്ചിട്ടുള്ള ജീവിതമായിട്ടായിരിക്കണം കർത്താവിനെ ആരാധിക്കാൻ കടന്നു വരേണ്ടത്. അതാണ് റോമാലേഖനം 12-ാം അധ്യായത്തിൽ കണ്ടത്. രണ്ടാമത് നമ്മളവിടെ കണ്ടതൊരു കാര്യമുണ്ട്. എന്താ? എൻ്റെ മൈൻഡ് അല്ലേ, എൻ്റെ തിങ്കിങ്, എൻ്റെ സോള് എന്താകണം? റിന്യൂ ചെയ്യപ്പെടണമെന്ന് വായിച്ചു. അതിനുശേഷം ഞാനൊരു വാക്യം പറഞ്ഞായിരുന്നു. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? പഴയ നിയമത്തിൽ നിന്ന് ഒരു വാക്യം പറഞ്ഞായിരുന്നു. ലേവ്യ പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. അതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വായിക്കാതെ പോയത്. അതുകൊണ്ടാണ് എനിക്കിത് സംശയം ഉള്ളതുപോലെ എനിക്ക് തോന്നി. അതാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. ലേവ്യ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. മതി. നോക്ക, ബേൺഡ് ഓഫറിങ്ങിനെ കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ് അവിടെ പറയുന്നല്ലേ. ബേൺഡ് ഓഫറിങ്, ഹോമയാഗം നടത്താനായിട്ട് പോവുകയാണ്. ഹോമയാഗത്തുള്ള കണ്ടീഷൻസ് എല്ലാം നിങ്ങൾ വായിക്കണം അവിടെ പോയിട്ട് കേട്ടോ. എന്നിട്ട് ആ ആടിനെ കൊണ്ടുവന്ന് അതിനെ അറുത്ത് യാഗപീഠത്തിന്മേൽ കിടത്തിയതിന് ശേഷം കത്തിക്കാൻ പോകുന്ന ആടിൻ്റെ കുടലും കാലും കഴുകണം എന്ന് പറഞ്ഞ അല്ലേ. അതിൻ്റെ ആവശ്യം എന്തായാലും കത്തിക്കാൻ പോവാ അല്ലേ. എന്തായാലും അത് ദഹിപ്പിക്കാൻ പോകും. പിന്നെ കയ്യും കാലും കഴുകേണ്ട ആവശ്യമുണ്ടോ? അല്ല കൈയും അതിൻ്റെ കാലും കുടലും കഴുകേണ്ട ആവശ്യമുണ്ടോ? എന്താണ് അത് മനസ്സിലാക്കേണ്ടത്? അവിടുന്ന്
ദൈവസന്നിധി നാം കർത്താവിനെ ആരാധിക്കാനായിട്ട് കടന്നു വരുമ്പോൾ ദൈവത്തിന് സുഗ്രാഹ്യമായ, ദൈവത്തിന് പ്രസാദകരമായ ഒരു ആരാധന കഴിക്കണം എന്നുണ്ടെങ്കിൽ എന്താണല്ലോ, നമ്മുടെ അകവും ശുദ്ധമായിരിക്കണം, പുറവും ശുദ്ധമായിരിക്കണം, നമ്മുടെ നടപ്പ് ശുദ്ധമായി, നമ്മുടെ ജീവിതം ശുദ്ധമായിരിക്കണം. ജീവിത വിശുദ്ധി ഇല്ലാതെ നമുക്ക് ദൈവത്തെ ആരാധിക്കാനായിട്ട് ആരാധിക്കാൻ കഴിയും കേട്ടോ. ആരാധിക്കാൻ പറഞ്ഞാൽ നമുക്ക് വന്നിരുന്ന് പോകാനായിട്ട് കഴിയും. ദൈവത്തിന് പ്രസാദകരമായ ഒരു ആരാധന കഴിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവവചനത്തിൽ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മുടെ കണ്ണ് തുറക്കണം. നമ്മളെല്ലാം കണ്ണ് തുറക്കപ്പെട്ടവരാണ്. അതിലെ വെളിച്ചം നമുക്ക് കിട്ടണം, പവർ മനസ്സിലാക്കണം അല്ലേ, കിട്ടണം. നമ്മൾ 22 മത്തായി സുവിശേഷം 22-29 വായിച്ചാൽ എന്താ, ദൈവശക്തിയെ നാം അറിയണം. ദൈവവചനം വായിക്കുമ്പോൾ അതിൻ്റെ പിന്നിലെ പവർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അത് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് പറഞ്ഞ് ഞാൻ അവിടെ വിടുക. പിന്നെ ഒരു സംശയമായിട്ടല്ലെങ്കിലും നല്ലൊരു മാതൃക എനിക്ക് കാണാൻ കഴിഞ്ഞു. എന്താണെന്നറിയാം, നമ്മൾ അന്ന് ക്ലാസ് എടുത്തതിന് ശേഷം, ക്ലാസ് സംസാരിച്ചതിന് ശേഷം പോയ വഴിക്ക് പലരും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു, ഡിസ്കസ് ചെയ്തു. അപ്പോൾ കുഞ്ഞുങ്ങളോടും ഡിസ്കസ് ചെയ്ത് പോയ വഴിക്ക് അവർക്ക് തന്നെ ഉണ്ടായ ഒരു സംശയമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായത്, ദാവീദിൻ്റെ പാപവും യൂദയുടെ പാപവും ഞാനൊന്ന് കമ്പയർ ചെയ്തായിരുന്നു അല്ലേ. ദാവീദാണോ വലിയ പാപം ചെയ്തത്, യൂദയാണോ വലിയ പാപം ചെയ്തതെന്ന്? യൂദ എന്താ കർത്താവിനെ ചെയ്തത്? ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തു, ഒരു ചുംബനം കൊടുത്തു അല്ലേ, ഒരു ചുംബനം കൊടുത്തു. ദാവീദോ, നിങ്ങൾ എല്ലാവരും ഇന്ന് മസിൽ പിടിച്ചായിരിക്കുന്നത്, ദാവീദോ കൊലപാതകനായിരുന്നു, വ്യഭിചാരിയായിരുന്നു അല്ലേ. ആ ദാവീദ് ദൈവസന്നിധിയിൽ മടങ്ങി വന്നപ്പോൾ അവനെ ദൈവം പറഞ്ഞത് എന്താ, ഈസ് എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. പക്ഷേ യൂദയ്ക്ക് എന്നാ സംഭവിച്ചത്? അപ്പോൾ ഞാൻ ഒരു സംശയം അവിടെ ഉണ്ടായി വന്നത്, ദൈവദൃഷ്ടിയിൽ പാപത്തിന് ഡിഫറൻസിയേഷൻ ഉണ്ടോ? ദൈവം ചില പാപത്തെ വലിയ പാപമൊന്നും ചെറിയ പാപമൊന്നും കാണുന്നുണ്ടോ? ഉണ്ടോ? ഉറപ്പ് പറയണേ, ഇല്ലെങ്കിൽ ഞാൻ ചോദ്യം ചോദിക്കും. ഉറപ്പാണല്ലോ, ഉണ്ട്. എന്നാൽ ശരിക്കും ഞാനതിന് പറയാൻ പോകുന്ന അറിയോ, എല്ലാ പാപങ്ങളും ദൈവം ഒരുപോലെ തന്നെ കാണുന്നു, ഒരു വ്യത്യാസമില്ല. സബ്ജക്റ്റു അത് നമ്മൾ ഇന്ന് എന്തായാലും പഠിക്കാൻ പോകണം. അതിനകത്ത് ചില കാര്യങ്ങൾ നാം ഇന്ന് രാത്രിയിൽ നമ്മൾ മനസ്സിലാക്കും. ഞാനത് ഇപ്പോൾ അത്രയും പറഞ്ഞ് ഞാൻ വിടുകയാണ്. പക്ഷേ എല്ലാ പാപവും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരുപോലെ തന്നെയാണ്, പക്ഷേ അതിലും വ്യത്യാസമുണ്ട്. അത് നമ്മളിന്ന് മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം, ആദ്യത്തെ വിഷയം പാപം എന്നുള്ളതാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ ഈ പാപം എന്ന് പറഞ്ഞ് ഒരുപാട് കേട്ടിട്ട് അതിൻ്റെ ഗൗരവം എന്താണെന്ന് പലപ്പോഴും മറന്നു പോകുന്നുണ്ട് അല്ലേ. എന്താ പാപം? പാപം, പാപി, ഇതൊക്കെ സ്ഥിരം കേൾക്കുക. സുവിശേഷയോധന പോയാലും പാപമാണ്, പാപിയാണ്, എവിടെ പോയാലും പാപമാണ്, ദൈവവചനം വായിച്ചാലും പാപമാണ്, പാപിയാണ്, മെസ്സേജുകളെല്ലാം പാപം. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ദൈവം എന്താണ് ഈ പാപത്തിൽ നിന്ന്, അല്ലെങ്കിൽ പാപത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ മനോഭാവം എന്താണ്, അത് നാം തിരിച്ചറിയണം. അല്ലെങ്കിൽ നമ്മൾ ഇത് പഠിച്ചിട്ടൊന്നും കാര്യമില്ല. ദൈവം പാപത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒരു സ്വല്പം ഡീറ്റെയിലോട്ട് ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുക. പാപത്തെ ദൈവം എങ്ങനെയാണ് കണ്ടത്? നമുക്കറിയാം, ആദം ഔവ ശേഷം ഏകദേശം ന്യായപ്രമാണം മോശ മുഖാന്തരം കൊടുക്കുന്നവർ എത്ര വർഷം ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് അവിടെ നോക്കുമ്പോൾ അറിയാം, ഏകദേശം കണക്കാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഒരു 2500 വർഷം അവിടെ ഉണ്ടായിരുന്നു. അതായത് ആദം മുതൽ യേശുക്രിസ്തു വരെ എത്ര വർഷമാണ്? അപ്രോക്സിമേറ്റ് ഒരു 4000 വർഷം നമുക്ക് പറയാം അല്ലേ. അങ്ങനെ ആണെങ്കിൽ ആദം മുതൽ നമ്മുടെ മോശ മുഖാന്തരം ന്യായപ്രമാണം കൊടുക്കുന്നത് വരെ ഏകദേശം 2500 ഇയേഴ്സ് ഉണ്ടായിരുന്നു ഗ്യാപ്പ്. ഈ കാലഘട്ടത്തിൽ ദൈവം എങ്ങനെയാണ് മനുഷ്യനോട് ഇടപെട്ടുകൊണ്ടിരുന്നത്? എങ്ങനെ ദൈവം മനുഷ്യന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്? മനസ്സാക്ഷി, പിന്നെ പ്രോഫറ്റ്സ്, പിന്നെ എടുത്തു വരുന്നുണ്ട്, പിന്നെ നേരിട്ട് സംസാരിച്ചുകൊണ്ടാണ്. ദൈവം ചില വ്യക്തികളിലൂടെ നേരിട്ട് സംസാരിച്ചു. ഉദാഹരണം പറയാമോ? അബ്രഹാമിനോട് ദൈവം നേരിട്ട് സംസാരിക്കുകയായിരുന്നു. പിന്നെ അബ്രഹാമിൻ്റെ സമകാലികനായ ഇയ്യോബിലൂടെ ദൈവം നേരിട്ട് സംസാരിക്കുകയായിരുന്നു അല്ലേ. അപ്പം അബ്രഹാമിനെ കണ്ടുകൊണ്ടാണ് ജാതികൾ പറയുകയാണ് ഇവൻ ദൈവത്തിൻ്റെ പ്രഭുവാണ്. ഹിത്യർ അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞാൽ എന്താ? പ്രഭുവാണെന്നല്ലേ. വ്യക്തികളിലൂടെയാണ് ദൈവം ജനത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നത് അബ്രഹാമിൻ്റെ കാലഘട്ടത്തിലൊക്കെ അല്ലേ. ഇയ്യോബിൻ്റെ കാലഘട്ടത്തിൽ ഇയ്യോബിനൊക്കെ പറയുമ്പോൾ ഇയ്യോബിൻ്റെ സ്നേഹിതർ വന്നിട്ട് സംസാരിക്കുമ്പോൾ ഒക്കെ ദൈവം നേരിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ദൈവം സംസാരിച്ചു കൊണ്ടിരുന്നതെല്ലാം വ്യക്തികളിലൂടെയാണ്. അതിനുശേഷം ന്യായപ്രമാണം കൊടുത്തു, പിന്നെ ന്യായപ്രമാണത്തിലൂടെ സംസാരിച്ചു. അങ്ങനെയാണെങ്കിൽ 4000 വർഷം കൊണ്ട് ദൈവം എന്താ ജനത്തോട് പറയാൻ ആഗ്രഹിച്ചത്? എന്തായിരിക്കും?
ഈ 4000 ഇയേഴ്സ് കൊണ്ട് എന്താണ് ദൈവം ഈ ലോകത്തോട് പറയാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്? എന്തായിരിക്കും? വരട്ടെ, നിങ്ങളങ്ങനെ മസിൽ പിടിച്ചിരിക്കരുതേ. പാപത്തെ വെറുക്കുക, പാപത്തിൻ്റെ കഠോരത, പാപത്തിൻ്റെ ഗൗരവം, പാപത്തിൻ്റെ ആ പ്രശ്നം, കോൺസിക്വൻസ് എന്താണെന്നുള്ളത് പ്രവാചകന്മാരിലൂടെ, ന്യായപ്രമാണത്തിലൂടെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെ ദൈവം പ്രസൻറ്റ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ആ പാപത്തിനൊരു പരിഹാരകനായിട്ട് രക്ഷകനെ അയക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ 4000 വർഷത്തെ ചരിത്രത്തിലൂടെ ദൈവം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അവിടെയാണ് ഞാൻ ചോദ്യം ചോദിക്കട്ടെ, ഏതെങ്കിലും തോട്ടത്തിൽ എത്ര പേര് പാപം ചെയ്തു? എല്ലാവരും സൺഡേ സ്കൂൾ ചോദ്യം അതൊക്കെ. ഏതെങ്കിലും തോട്ടത്തിൽ എത്ര പേരെ പാപം ചെയ്തു? എത്ര പേരുണ്ടായിരുന്നു ഏതെങ്കിലും തോട്ടത്തിലെ? 2 പേരേ ഉള്ളൂ. 2 പേർ. അപ്പോൾ തന്നെ കർത്താവിന് മരിക്കാൻ പാടില്ലായിരുന്നു. എത്രയോ എളുപ്പമായിരുന്നു അല്ലേ? 2 പേരുള്ളൂ. ഇക്കണ്ട ജനം ഒന്നുമില്ല, ആകെ 2 പേരേ ഉള്ളൂ. പാപം ചെയ്ത് കഴിഞ്ഞ് ഉടനെ തന്നെ കർത്താവിന് മരിച്ച് രക്ഷ അവരെ കൊണ്ടുവരായിരുന്നു അല്ലേ? പക്ഷേ എന്തുകൊണ്ട് ദൈവം ചെയ്തില്ല? ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ? ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളാണ്. എന്തുകൊണ്ട് ദൈവം അങ്ങനെ ചെയ്തില്ല? അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചിന്തിച്ചില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ, അവർ ചെറിയൊരു തെറ്റാണ്, അല്ലെങ്കിൽ ചെറുതെന്ന് പറയാൻ പാടില്ല, കാരണം തെറ്റിദ്ധരിക്കും. അവർ ചെയ്ത പാപത്തിൻ്റെ ഗൗരവം ഏകദേശം 4000 വർഷം എടുത്ത് ദൈവം അവരെന്ന് മനസ്സിലാക്കി കൊടുക്കും. നോക്കിക്കേ, ചെറിയ കാര്യമാണ് അവർ ചെയ്തത്. ഒരു പഴം പറിച്ച്, നമ്മൾ വിചാരിക്കും പാപം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു പഴം പറിച്ചു എന്ന്, അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ കാര്യം. ആ പാപത്തിൻ്റെ ഗൗരവം എന്താണെന്നുള്ളത് ദൈവം 4000 വർഷം എടുത്തു അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. എന്നിട്ട് അവർക്ക് മനസ്സിലായോ? ഇല്ല. അവസാനമായിട്ട് തൻ്റെ പുത്രനെ അയച്ച് അതിന് പരിഹാരം വരുത്തി കൊടുത്തു. അപ്പോൾ ഈ ദൈവം ഈ പാപത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത് നാമും മനസ്സിലാക്കിയേ മതിയാകുകയുള്ളൂ. അതാണ് നമ്മൾ ഇനിയുള്ള ഈ ഒരു 3/4 മണിക്കൂർ നമുക്കുണ്ട്. ഞാൻ വളരെ ഫാസ്റ്റായി പോകുമെന്ന് ഞാൻ വിചാരിക്കണത്, എനിക്ക് അറിയത്തില്ല, നമ്മൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ് പാപം. 2, നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ഹൗ സിൻ എൻറ്റേർഡ് ഇൻ ടു മാൻ. ടൈപ്സ് ഓഫ് സിൻ, ലിസ്റ്റ് അല്ല, ടൈപ്സ്. ദെൻ കോൺസിക്വൻസ് ഓഫ് സിൻ, ഹു ആർ സിന്നേഴ്സ്, ആരാണ് പാപികൾ. ഒന്ന്, പാപം എന്താണ്, എങ്ങനെയാണ് പാപം മനുഷ്യനിൽ കടന്നത്, എത്ര തരം പാപങ്ങളുണ്ട്, പാപത്തിൻ്റെ ലിസ്റ്റല്ല, പാപത്തിൻ്റെ ടൈപ്സ്. 2, പാപത്തിൻ്റെ അനന്തരഫലം എന്താണ്, ആരാണ് പാപികൾ, ഒരു പാപിയെ എങ്ങനെ തിരിച്ചറിയാം, പിന്നെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വലിയ പാപമെന്നോ ചെറിയ പാപമെന്നോ വ്യത്യാസമുണ്ടോ, അവസാനമായിട്ട് ഈ പാപത്തെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നാണ് നമ്മൾ. ദൈവം എന്ന് വെച്ചാൽ ഈ 3/4 മണിക്കൂറുണ്ട്, തീരുമെന്ന് എനിക്കറിയത്തില്ല. ഫാസ്റ്റായിട്ട് പോകരുന്നുള്ള ഓൾറെഡി ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് മെല്ലെ പോവുള്ളൂ, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പഠിക്കാം. ഞാൻ ചോദിക്കട്ടെ, എന്താ പാപം എന്ന് പറഞ്ഞാൽ? എനിക്ക് ഹീബ്രു അറിയത്തില്ല, എനിക്ക് ഗ്രീക്കൊന്നും അറിയത്തില്ല. സിമ്പിളായിട്ട് ദൈവവചനത്തിൽ എന്താ പാപം എന്ന് പറഞ്ഞേക്കുന്നത്? എല്ലാ അധർമ്മവും പാപമാണ്. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? എല്ലാ അനീതിയും പാപമാണ്, അത് ശരിയാണ്. എവിടെയാണ് പറഞ്ഞിരിക്കണേ? യോഹന്നാൻ ലേഖനം, ചേട്ടൻ പറയാൻ പോകുമ്പോൾ ഇത് ആവശ്യം കേട്ടോ. യോഹന്നാൻ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം നമുക്കൊന്നെടുത്ത് വായിക്കാം. സിൻ ഈസ് ലോലെസ്നെസ്. യോഹന്നാൻ ലേഖനം 3-ാം അധ്യായം. പാപം അധർമ്മം തന്നെ. ഞാൻ പേപ്പറും കയ്യിലെടുക്കുന്നുണ്ട്, കാരണം ഇംഗ്ലീഷ് കുറച്ചാണ് പറയാം. എനിക്ക് അധികം ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാപം അധർമ്മം തന്നെ. സിൻ ഈസ് ലോലെസ്നെസ്. വാട്ട് യു മീൻ ബൈ ലോലെസ്നെസ്? അവിടെ ഞാൻ എഴുതി 2 കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ലോലെസ്നെസ് കൺവേസ് മോർ ദാൻ ട്രാൻസ്ഗ്രസിങ് ഗോഡ്സ് ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് പറയുന്നത്, ലിവിങ് ആസ് ഇഫ് ദർ വാസ് നോ ലോ, നിയമമില്ലാതെ ജീവിക്കുക. 2-ാമത്തെ കാര്യം, ഇഗ്നോറിങ് വാട്ട് ലോ എക്സിസ്റ്റ്. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ലിവിങ് ആസ് ഇഫ് ദർ ഈസ് നോ ലോ. നമ്മുടെ നാട്ടിൽ നിന്ന് മാതാപിതാക്കൾ ഇങ്ങോട്ട് വന്നു. അവർ നാട്ടിൻപുറത്തെ റോഡുകളിലൊക്കെ സീബ്ര ക്രോസിംഗ് ഉണ്ടോ? എൻ്റെ നാട്ടിലൊന്നും ഇല്ല. ഇതിലേ വേണമെങ്കിൽ റോഡ് ക്രോസ് ചെയ്യാം അല്ലേ? നമുക്ക് ബസ്സും ഒക്കെ നോക്കിയിട്ട് നമുക്ക് ക്രോസ് ചെയ്യാം. ഇവിടെ വന്ന മാതാപിതാക്കൾ റോഡ് ക്രോസ് ചെയ്യുമെന്ന് വിചാരിക്കുക, എന്ത് നടക്കും? എന്ത് സംഭവിക്കും? പോലീസ് കണ്ടാൽ ഫൈൻ അടിക്കും, ഉറപ്പല്ലേ? പോലീസിനോട് പറയാൻ പറ്റുമോ, അയ്യോ എനിക്ക് അറിയത്തില്ലായിരുന്നു, നിയമം അറിയത്തില്ലെന്ന് പറയാൻ പറ്റുമോ? ഫൈൻ അടിക്കും. എന്നാൽ നാട്ടിൽ നിന്ന് കുറച്ച് കഴിവുള്ള ഒരാൾ വന്നിരിക്കും, കുറച്ച് സ്മാർട്ടായ ഒരാൾ വന്നു വിചാരിക്കാം. അവർ വന്നിട്ട് കല്ലി നിയമം എന്ന് പറഞ്ഞിട്ട് റോഡ് ക്രോസ് ചെയ്തു, ഫൈൻ അടിച്ചു. 2 രീതിയിൽ ഫൈൻ വന്നു. എന്താ? ഒന്ന്, നിയമം എനിക്ക് അറിയത്തില്ല, മാതാപിതാക്കൾക്ക് നിയമം അറിയാത്തതുകൊണ്ട് അവർ റോഡ് ക്രോസ് ചെയ്തു, ഫൈൻ വന്നു. എന്നാൽ മറ്റേ ആൾ പറയാം, ഐ എം നോട്ട് ടേക്കിംഗ് കെയർ ദ ലോ എന്ന് പറഞ്ഞ് അവൻ റോഡ് ക്രോസ് ചെയ്ത് അവനും ഫൈൻ വന്നു. ഇത് രണ്ടും എന്താണ്?
രണ്ടും തെറ്റാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു, സീബ്ര ക്രോസിങ്ങിലൂടെ അല്ലാതെ റോഡ് ക്രോസ് ചെയ്യുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചു അല്ലേ. നമുക്ക് ആ കുറ്റബോധം ഉണ്ടാകാറുണ്ടോ? ഇല്ല. ഇന്ന് നമ്മൾ അതിലെ കൂടെ ഒന്ന് കുറച്ച് പോകും, എന്താണ് കുറ്റബോധം വരാത്തതിൻ്റെ കാരണം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഇങ്ങനെ ലോലെസ്നെസ് പാപം എന്ന് പറയാൻ കാരണം? ഇത് ദൈവത്തിന് എതിരായ ഒരു പാപമാണ്, നിയമലംഘനമാണ്. അത് നിയമം അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നത്. ചിലർ പറയുന്നൊരു കാര്യമുണ്ട്, ബൈബിളൊന്നും അധികം പഠിക്കേണ്ട, പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നമാണ് അല്ലേ. അധികം പഠിച്ചു കഴിഞ്ഞാൽ അധികം അടി കൊള്ളും, അതുകൊണ്ട് അധികം ശിക്ഷ ലഭിക്കും, അതുകൊണ്ട് എന്താ കുറച്ച് പഠിച്ചാൽ മതി. അങ്ങനെയൊന്നുമില്ല. ദൈവം വചനം പഠിക്കാതിരിക്കുന്നതും തെറ്റാണ്, പഠിച്ചത് പ്രാക്ടീസ് ചെയ്യാത്തതും തെറ്റാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, പാപം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ലോലെസ്നെസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈഡിൽ ഞാനൊരു കാര്യം എഴുതിയിട്ടുണ്ട്. സിൻ എന്ന് പറഞ്ഞാൽ ചൂസിങ് ടു ലീവ് ഇൻ ദ റോങ് ടെറിട്ടറി. ദൈവത്തിൻ്റെ മോറൽ ദൈവം സെറ്റ് ചെയ്തിരിക്കുന്ന മോറൽ ബൗണ്ടറിക്ക് പുറത്ത് പോകുന്നതെല്ലാം തന്നെ പാപമാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. റോമാലേഖനം 14-ാം അധ്യായം 23-ാമത്തെ വാക്യം. റോമൻസ് ചാപ്റ്റർ 14 വേഴ്സ് 23. വേഗം വായിച്ചാൽ ഞാൻ വായിപ്പിക്കും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പോകും. റോമർ 14:23. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും എവറിത്തിങ് ദാറ്റ് ഡസ് നോട്ട് കം ഫ്രം ഫെയ്ത്ത് ഈസ് സിൻ. അല്ലേ? വിശ്വാസത്തിൽ നിന്ന് വരാത്തതെല്ലാം പാപമാണ്. അടുത്തൊരു വാക്യം, യോഹന്നാന്റെ ലേഖനം 1 ജോൺ ചാപ്റ്റർ 2 വേഴ്സ് 16. നോട്ട് എഴുതി സമയം കളയണം, ഞാനത് അയച്ചു തരാം. ഡീറ്റെയിൽ നോട്ട് എൻ്റെ അടുത്തുണ്ട്, ഞാൻ അയച്ചു തരാമേ. 1 ജോൺ ചാപ്റ്റർ 2 വേഴ്സ് 16 എന്താ അവിടെ വായിക്കുന്നത്? മതി. ഇങ്ങനെയുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം പറയാൻ കഴിയും, സിൻ എന്ന് പറഞ്ഞാൽ എനിത്തിങ് അപ്പാർട്ട് ഫ്രം ഗോഡ് ഈസ് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ കൂട്ടു സഹോദരനൊരു കുറ്റം പറഞ്ഞു, അവനെക്കുറിച്ച് മോശമായി സംസാരിച്ചു, മീറ്റിങ്ങിന് ഒരു ദിവസം പോകാതിരുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ചില പാപങ്ങൾ, പ്രവർത്തികളാൽ വരുന്ന പാപം മാത്രമാണ് സിൻ എന്നാണ്. എന്നാൽ ദൈവവചനം പഠിപ്പിക്കുന്നത് ദൈവത്തിൽ നിന്ന് വരാത്തതെല്ലാം എനിത്തിങ് അപ്പാർട്ട് ഫ്രം ഗോഡ് ഈസ് സിൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം എത്ര പാപം ചെയ്യും? ദൈവത്തിൽ നിന്ന് വരാത്ത അവസ്ഥകൾ, എനിത്തിങ് അപ്പാർട്ട് ഫ്രം ഗോഡ്, എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ മാറ്റി നിർത്തിയിട്ടുള്ള എല്ലാ പ്രവൃത്തികളും, എല്ലാ ജീവിത രീതിയും, എല്ലാ കാര്യങ്ങളും പാപമാണ്. സിമ്പിളായോ? ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നതെല്ലാം പാപമെന്നാണ് ദൈവത്തിനെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ ഒരു ദിവസം നമ്മൾ എത്ര പാപം ചെയ്യും? എൻ്റെ വാക്കിൽ, എൻ്റെ പ്രവൃത്തിയിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജോലിയിൽ, എൻ്റെ ഡ്രസ്സിങ്ങിൽ, എൻ്റെ ഇടപാടുകളിൽ, എൻ്റെ നോട്ടത്തിൽ, എൻ്റെ പ്രവർത്തനങ്ങളിൽ, എൻ്റെ സകല രംഗങ്ങളിലും ദൈവത്തെ മാറ്റി നിർത്തി ഞാൻ ചെയ്യുന്നതെല്ലാം പാപമാണെങ്കിൽ ഒരു ദിവസം നമ്മൾ എത്ര പാപം ചെയ്യും? ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പാപത്തെക്കുറിച്ച് കുറ്റബോധം ഉണ്ടാകുകയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഈ പാപങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് കുറ്റബോധം വരാത്തത്? എന്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഗിൽറ്റി മൈൻഡ് നമുക്ക് വരാത്തത്? എന്തുകൊണ്ടാണ് വരാത്തത്? ദൈവത്തെ മാറ്റി നിർത്തി എല്ലാം പാപമാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് കുറ്റബോധം വരാത്തത്? പാപമാണെന്ന് തിരിച്ചറിയാത്തതുകൊണ്ട്. തിരിച്ചറിയാത്തത് പാപമാണ്. പിന്നെ അതൊരു പോയിന്റ്, അതിലൂടെ ഞാൻ വരുന്നു. വേറെ എന്തായിരിക്കണം? എന്തുകൊണ്ടാണ് നമുക്കൊരു കുറ്റബോധം വരാതെ? ഉദാഹരണം പറയട്ടെ. 3 വ്യക്തികളെ ഞാൻ കാണിച്ചു തരാം നിങ്ങളുടെ മുമ്പിൽ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഐശയ്യാ ചാപ്റ്റർ 6 വേഴ്സ് 5. വായിക്കാൻ സമയമുണ്ടെങ്കിൽ വായിക്കാം. പെട്ടെന്ന് എടുത്ത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വാക്യം പറഞ്ഞു കഴിഞ്ഞാൽ സൺഡേ സ്കൂൾ പിള്ളേരെല്ലാം എടുത്തി ആടി വായിക്കുമായിരുന്നു. ഇവിടെ പ്രായമുള്ളവരെ വായിക്കുന്നത്, ഞാനടക്കം അതിനകത്ത് വീഴ്ചയുള്ളവരാണ്. അപ്പോൾ ശ്രദ്ധിച്ചോണം കേട്ടോ. ഞാൻ ആ ഭാഗത്ത് ആ ക്വസ്റ്റ്യൻ, ആ വാക്യത്തിൽ ഞാൻ ചോദ്യം ചോദിക്കും. എൻ്റെ കണ്ണ് കണ്ടു. അടുത്ത് യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം, ജോബ് ചാപ്റ്റർ 42:5-6. ജോബ് ചാപ്റ്റർ 42:5-6. യെസ് ഓക്കെ, മതി. അടുത്തൊരു വാക്യം കൂടെ, റെവലേഷൻ ചാപ്റ്റർ 1 വേഴ്സ് 17. റെവലേഷൻ ചാപ്റ്റർ 1 വേഴ്സ് 17. ഈ 3 വാക്യത്തിൽ ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. 3 വ്യക്തികളെ കുറിച്ച് നമ്മൾ കണ്ടത് അല്ലേ? മതി. ഇനി നിങ്ങൾ പറഞ്ഞ എന്താണ് പാപത്തെക്കുറിച്ച് കുറ്റം ആ ഗിൽറ്റി മൈൻഡ് നമുക്ക് വരാത്തതിൻ്റെ കാരണം എന്താ? അവിടെയാണ്. എന്താണ് സംഭവിച്ചത്? അവനെ കാണാത്തതുകൊണ്ട്.
നമ്മൾ ദൈവവചനം പഠിക്കുന്നുണ്ട്, ദൈവവചനം വായിക്കുന്നുണ്ട്, ദൈവാലയത്തിൽ വരുന്നുണ്ട്. യെശയ്യാവ് ദൈവത്തെ കണ്ടപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ അയ്യോ അശുദ്ധിയുള്ള മനുഷ്യൻ. ഇയ്യോബിനെ കുറിച്ച് പറയുന്നത് എന്താണ്? ഇതെൻ്റെ മാനസാന്തരം എന്നുള്ള ടോപ്പിക്ക് ഞാൻ എല്ലാം കവർ ചെയ്യും വീണ്ടും. ഇയ്യോബ് ദൈവത്തെ പോലെ ദൈവസന്നിധിയിൽ നിഷ്കളങ്കനും നീതിമാനൊക്കെ ആയിരുന്നല്ലേ, ഏറ്റവും ഭക്തനായി ജീവിച്ച ഇയ്യോബ. അവന് ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ ചാപ്റ്റർ 14 താഴോട്ട് വായിക്കുമ്പോൾ ഉണ്ടല്ലോ, ദൈവം ഈ യോബിനോട് സംസാരിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ച് വരുമ്പോഴാണ് യോബ് പറയുന്നത്, അയ്യോ നിന്നെക്കുറിച്ച് ഞാൻ കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പം ഞാൻ എൻ്റെ കണ്ണ് നിന്നെ കണ്ടു. അപ്പോൾ യോബ് പറയുകയാണ്, എന്താ പറയുന്നത്, ഞാൻ അനുദപിക്കുന്നു, ഞാൻ ഈ രട്ടിലും വെണ്ണീറിലും ഒരു കരയുന്നു. യോബ് എന്ത് തെറ്റ് ചെയ്തിട്ടാ? യോബ് തെറ്റുകാരനല്ലെന്ന് ദൈവവചനം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നിഷ്കളങ്കനായിരുന്നു, നീതിമാനായിരുന്നു. പിന്നെ യോബ് എന്ത് ചെയ്ത്? എന്താ ചെയ്തേ? എന്താ അവൻ്റെ കുറ്റബോധം വരാനുള്ള കാര്യം? ദൈവത്തെ കണ്ടതുകൊണ്ടാണ്. അപ്പോൾ ദൈവത്തെ കാണുമ്പോഴേ നമ്മുടെ പാപത്തിൻ്റെ ഗൗരവം നമുക്കറിയുള്ളൂ. യോനാസ്നാപകൻ പത്മോസിൽ നോക്കി ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുക. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സൗണ്ട് കേട്ടു, ഒരാളെ കണ്ടു എന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. കണ്ടപ്പോൾ അവൻ മരിച്ചവനെ പോലായി. പത്രോസിൻ്റെ ജീവിതം എനിക്കെടുത്ത് പറയാൻ കഴിയും. മാനസാന്തരം എന്നാണ് വിഷയത്തിൽ ഞാൻ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദൈവത്തെ നമ്മൾ കാണാത്തത് കൊണ്ടാണ്, ദൈവവചനം വായിക്കുന്നുണ്ട്, ദൈവത്തെ കാണുന്നില്ല, അതിനകത്ത് ജീവിക്കുന്നുണ്ട്, ക്രിസ്ത്യ ജീവിതം നയിക്കുന്നുണ്ട്, ദൈവത്തെ കാണുന്നില്ല, ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നില്ല. ദൈവത്തിൻ്റെ ദൃഷ്ടിയിലോട്ട് കടന്നു വരുമ്പോൾ, ദൈവത്തെ മനസ്സിലാക്കുമ്പോൾ, ദൈവത്തെ ഉള്ളുകൊണ്ട് കാണുമ്പോൾ, അതാണ് ഞാൻ കഴിഞ്ഞ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്, ദൈവത്തെ കാണുവാൻ എൻ്റെ കണ്ണ് തുറക്കുമ്പോൾ, അവൻ്റെ മഹത്വം ഞാൻ കാണുമ്പോൾ, എനിത്തിങ് അപ്പാർട്ട് ഫ്രം ഗോഡ് ഈസ്. പലപ്പോഴും നമ്മൾ ദൈവത്തെ കാണാത്തതാണ് നമ്മൾ പാപത്തിൽ തുടരുന്നതിൻ്റെ കാരണം. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കേണ്ട 59:2, നാം പാപം ചെയ്യുമ്പോൾ ദൈവമായിട്ടുള്ള റിലേഷൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് അവിടെ വായിക്കുന്നത്. പാപം ചെയ്യുമ്പോൾ ദൈവമായിട്ട് ഇറ്റ് സെപ്പറേറ്റ്സ് മാൻ ഫ്രം ഗോഡ് സ്പിരിച്വലി. ഞാൻ പാപം ചെയ്യുമ്പോൾ, യോഹന്നാന്റെ ലേഖനം 1 John chapter 3:4 നമ്മൾ വായിക്കുന്നത് സഹിച്ചാൻ പറഞ്ഞത് അല്ലേ, നാം പാപത്തിൽ തുടരുന്നതുകൊണ്ട്. സീബ്ര ക്രോസിങ് അല്ലാതെ ഞാൻ വഴി എന്നും ക്രോസ് ചെയ്യുമ്പോൾ പിന്നെ ഫൈൻ അടിക്കാത്തടത്തോളം കാലം എനിക്കെന്തില്ല, കുറ്റബോധമില്ല. ഒരു വട്ടം ഫൈൻ അടിച്ചാൽ ഞാൻ എന്ത് ചെയ്യും, ഒരു 6 മാസം ബി കെയർഫുൾ ആയിരിക്കും എല്ലാ കാര്യവും അല്ലേ, വഴിയൊക്കെ ശ്രദ്ധിച്ചേ നടക്കുകയുള്ളൂ. പക്ഷേ എന്താ, അപ്പോൾ ശിക്ഷ പേടിച്ചിട്ടാണ് ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നത്. അതാണോ ദൈവം ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ എനിക്ക് എന്നെ ദൈവം ശിക്ഷിച്ചത് കൊണ്ടാണ് എനിക്ക് പാപത്തിൻ്റെ കുറ്റബോധം വരുന്നത്? അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. എനിത്തിങ് അപ്പാർട്ട് ഫ്രം ഗോഡ് ഈസ്. ദൈവത്തെ കൂടാതെ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പാപമാണ്. എൻ്റെ ചിന്തയിലാകട്ടെ, എൻ്റെ നോട്ടത്തിലാകട്ടെ, എൻ്റെ പ്രവൃത്തിയിലാകട്ടെ, എൻ്റെ വാക്കിലാകട്ടെ, എൻ്റെ സകല മേഖലകളിലും എനിത്തിങ് അപ്പാർട്ട് ഫ്രം ഗോഡ് ഈസ് സിൻ. ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം. അത് തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈനംദിന ജീവിതത്തിൽ, ഡേ ടു ഡേ ലൈഫിൽ നാം ദൈവത്തെ കാണുന്നില്ല എന്നുള്ളതാണ്. അംഗീകരിക്കാൻ പറ്റുമോ? അത് അംഗീകരിക്കാൻ പറ്റുമോ? ദൈവത്തെ നാം കാണുന്നില്ല, ദൈവത്തെ നാം മനസ്സിലാക്കുന്നില്ല. ദൈവവചനം വായിക്കുന്നുണ്ട്, ആ വചനത്തിനുള്ള പവർ ഞാൻ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് അന്ന് എമോസിലേക്ക് പോയ വ്യക്തികളെ കുറിച്ച് കർത്താവ് എന്താ അവരെ വിളിച്ചെന്ന് വായിച്ചേ? മന്ദബുദ്ധികളെ എന്നാ വായിച്ചത് അല്ലേ, ഫൂളിഷ്മൻ. നമ്മളൊരു വളരെ ഗൗരവമായിട്ട് ഈ വിഷയം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. നമ്മൾ പലപ്പോഴും പാപം എന്നൊക്കെ വിചാരിച്ച ലൈറ്റായിട്ടാണ് കാണുന്നത്. പക്ഷേ ദൈവവചനം മനസ്സിലാക്കി ദൈവം ഇതിനെ എങ്ങനെ കാണും? 4000 വർഷം കൊണ്ടും ജനത്തെ പഠിപ്പിക്കാൻ ശ്രമിച്ച വലിയൊരു കാര്യം നമ്മൾ എത്ര ലൈറ്റായിട്ടാണ് കാണുന്നത്? വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതാണ്. എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് ഒരു കാര്യം ഉണ്ടാകരുത്. അങ്ങനെയാണെങ്കിൽ അത് പാപമാണ്. ആ പാപത്തിന് എനിക്ക് കുറ്റബോധം വരുന്നില്ല എങ്കിൽ ബി കെയർഫുൾ. എൻ്റെ ജീവിതത്തിൽ കുറ്റബോധം വരുന്നില്ലെങ്കിൽ ഞാനും ദൈവമായിട്ടുള്ള റിലേഷൻ ബ്രേക്ക് ആയിട്ടിരിക്കുകയാണ്. റിലേഷൻ ഇല്ല എന്നുള്ളതല്ല, ആ ഒരു ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഈ മണ്ണിൽ മണ്ണിൽ വീണ് കിടക്കുന്ന എന്താണ്, കാന്തം, മാഗ്നറ്റ് അല്ലേ, മണ്ണ് മൂടി കിടക്കുന്നിടത്തോളം കാലം അയാൾ അതിനെ അട്രാക്റ്റ് ചെയ്യുമോ? ഇല്ല. ആ മണ്ണ് അതിൽ നിന്ന് മാറണം. ആ ഒരു റിലേഷൻഷിപ്പ്, ആ ലോകത്തിൻ്റെ ആ മൂടുപടലങ്ങൾ കൊണ്ട് ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ മൂടിയിരിക്കുക. അതിൽ നിന്ന് ഞാനൊന്ന് പുറത്ത് വന്നാലേ ആ റിലേഷൻ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിലായിട്ട് ഞാനിതൊന്നും എക്സ്ക്യൂസ് അല്ല, ഞാനിതൊന്നും ഒഴിവുള്ളവനല്ല. ഞാനും നിങ്ങളുടെയും ജീവിതത്തിൽ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇല്ല. യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ റിലേഷൻഷിപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും പാപത്തെക്കുറിച്ച് കുറ്റബോധമില്ലാത്തത്. ഞാൻ അതിനെക്കുറിച്ച് ഇനി എക്സ്പ്ലെയിൻ ചെയ്താൽ എനിക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിയില്ല. മനസ്സിലായെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ വിഷയത്തിലൂടെ ഞാൻ കടന്നു പോകട്ടെ. രണ്ടാമത്തെ വിഷയം, എങ്ങനെയാണ് മനുഷ്യൻ പാപികളായി തീർന്നത്? അതിൻ്റെ ഹെഡിങ് നോക്കരുത്, അത് ഞാൻ അതിൻ്റെ രഹസ്യം ഞാൻ പിന്നെ പറഞ്ഞുതരാം. പാത്തോളജി ഓഫ് ദി ഫോൾ അല്ലേ, എങ്ങനെയാണ് മനുഷ്യൻ പാപിയായി തീർന്നത്? ഉൽപ്പത്തി പുസ്തകം ജനസിസ് ചാപ്റ്റർ 2:16-17 ആ ഭാഗം നമ്മൾ കുറച്ച് നേരം ഒന്ന് സമയം എടുക്കും. എങ്ങനെയാണ് മനുഷ്യൻ പാപിയായി തീർന്നത്?
Genesis chapter 2 verse 16 to 17. ആ My first question, was it wrong that knowing good and evil? നന്മ തിന്മകളെക്കുറിച്ച് അറിയുന്നത് തെറ്റാണോ? പിന്നെ ദൈവം എന്താ പറയുക, നന്മ തിന്മ അറിഞ്ഞാൽ മരിക്കും എന്ന് പറയാൻ പാടുണ്ടോ? തിരിച്ച് എന്നോട് മറുപടി പറഞ്ഞാൽ തിരിച്ച് ഞാൻ ചോദിക്കും, ദൈവം ഞാൻ എൻ്റെ ചോദ്യം ഇതാണ്, വാസ് ഇറ്റ് റോങ് ദാറ്റ് നോയിങ് ഗുഡ് ആൻഡ് ഈവിൾ? നിങ്ങൾ പറയുന്നു അല്ല, പക്ഷേ ദൈവം പറയുകയാണ് നിങ്ങൾ നന്മയും തിന്മയും അറിഞ്ഞാൽ അതോടെ എൻ്റെ ചോദ്യം ഇതായിരുന്നു, നന്മയും തിന്മയും അറിഞ്ഞാൽ തെറ്റുണ്ടോയെന്ന് എൻ്റെ ചോദ്യം. തെറ്റില്ല. അങ്ങനെയാണ് പിന്നെ ദൈവം അത് അറിഞ്ഞെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പമിരിക്കണം? നമ്മളെങ്ങനെയാണ് മരിക്കണത്? തെറ്റ് പറഞ്ഞോട്ടെ, നമ്മളെല്ലാം തെറ്റ പറയും. ഓക്കെ, പിന്നെ ഞാനിങ്ങനെ പറയാം, ഇത് നന്മയും തിന്മയും അറിയുന്ന തെറ്റില്ല. ഞാനത് എക്സാമ്പിൾ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി. നോയിങ് ഗുഡ് ആൻഡ് ഈവിൽ ഇറ്റ്സെൽഫ് ഈസ് നോട്ട് റോങ്. നന്മയും തിന്മയും അറിയുന്നത് ഒരിക്കലും തെറ്റില്ല. കാരണം എന്താണെന്നറിയോ? ജനസിസ് ചാപ്റ്റർ 3 വേഴ്സ് 22 കർത്താവ് തന്നെ, ദൈവം തന്നെ പറഞ്ഞു, അവരിപ്പോൾ നമ്മെപ്പോലെ ആയിത്തീർന്നു. കുഴപ്പമൊന്നുമില്ല, അവരിപ്പോൾ തന്നെ നമ്മെപ്പോലെ ആയിത്തീർന്നു. പക്ഷെ അവിടുത്തെ ഫോൾട്ട് എന്താ? പോരാ, ഡൗട്ട് അടിച്ചു, ശരിയാ, അതൊക്കെ വരുന്നുള്ളൂ. അങ്ങോട്ട് നമ്മൾ കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങാൻ പോവാം. അവിടുത്തെ പ്രശ്നം എന്താ? അപ്പോൾ ഞാൻ വായിപ്പിച്ച് ചെയ്യാൻ എബ്രായർക്ക് എഴുതിയ ലേഖനം ഹീബ്രൂസ് ചാപ്റ്റർ 5 വേഴ്സ് 14. അവിടുത്തെ പ്രശ്നം അവിടെ പറയുന്നുണ്ട്. ഹീബ്രൂസ് ചാപ്റ്റർ 5 വേഴ്സ് 14. മതി, മലയാളത്തിനോടൊന്ന് വായിച്ചേ. എന്തായിരുന്നു മനസ്സിലായി? നന്മ തിന്മകളെക്കുറിച്ച് ആര് മനസ്സിലാക്കണം അവിടെ പറഞ്ഞേക്കുന്നത്? പ്രായമുള്ളവർ. എങ്ങനെ പ്രായം വരണം? എങ്ങനെ അവിടെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ക്ലിയർ ആയിട്ട്. തഴക്കത്തിൽ പ്രായം വരണം. എന്തിനെക്കുറിച്ച് തഴക്കം ഉണ്ടാവണം? ഇന്ദ്രിയങ്ങളിൽ തഴക്കം വേണം. അത് ഏത് വിഷയത്തിൽ തഴക്കം വേണം? അതിന് തൊട്ട് മുകളിൽ ഏത് വിഷയമാണ് പറയണത്? കട്ടിയായുള്ള ആഹാരം എന്ന് പറഞ്ഞാൽ എന്താ? വചനം ദൈവവചനത്തെ കുറിച്ചാണ് പറയുന്നത്, അല്ലേ? അപ്പൊ ദൈവവചനത്തിൽ പരിചയം വന്നിട്ട്, തഴക്കം വന്നിട്ട്, മെച്വറായിട്ട് വേണം നാം എന്ത് ചെയ്യണം? നന്മതിന് ഗുഡ് ആൻഡ് ഈവിൾ ഐഡന്റിഫൈ ചെയ്യാൻ. ഇവർക്ക് പറ്റിയ ഫോൾട്ട് അപ്പം എന്താ? The problem was how Adam tried to gain this knowledge by disobeying God. ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്തത്? ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചിട്ടാണ് ഇവർ എന്തായി തീർന്നത്? ഈ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞത്. അപ്പോൾ ഫോൾട്ട് എന്താ സംഭവിച്ചത്? ഡിസൊബീഡിയൻസ്. ഓക്കെ, അത് ശരിയാണ്. ദൈവം എന്തായിരിക്കും ഇവരെ കുറിച്ച് ആഗ്രഹിച്ചത്? നന്മയും തിന്മയും ഒരു വൃക്ഷം അവിടെ ഉണ്ട്, അതിൻ്റെ ഫലം കഴിക്കരുതെന്ന് പറഞ്ഞു, കഴിച്ചാൽ മരിക്കുമെന്ന് പറഞ്ഞു. ദൈവം എന്താ പറഞ്ഞത്? അതുപോലെ വിശ്വസിക്കണമായിരുന്നു. അത് ആര് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചത്? ദൈവം തന്നെ. അത് നിങ്ങൾക്കൊന്ന് തഴക്കം വരണം. യു ഷുഡ് ബി ട്രെയിൻഡ് ടു നോ ദ ഗുഡ് ആൻഡ് ഈവിൾ, അല്ലേ? നീ എന്നോട് കൂടെ കുറച്ച് കാലം കൂടെ ജീവിച്ചിട്ട് ഒന്ന് മനസ്സിലാക്കണം നീ ഇതെങ്ങനെയാണ് അറിയേണ്ടതെന്ന്. മറിച്ച് എന്നോട് അനുസരണക്കേട് കാണിച്ചിട്ട് നീ പിശാച് പറഞ്ഞ് കേട്ട് കഴിച്ചതാണ് എന്ത് പറ്റിയത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നന്മയും തിന്മയും അറിയുന്നത് തെറ്റല്ല. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. സൈഡിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇൻ ദ കേസ് ഓഫ് സോള് ഫിലിസ്റ്റീൻസ് യുദ്ധത്തിന് വന്നു. ഫിലിസ്റ്റീൻസ് വന്നപ്പോൾ ശമൂവേൽ സോളിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത് ചെയ്യണം? ഞാൻ വരുവോളം നീ വെയിറ്റ് ചെയ്യണം യാഗം കഴിക്കാനെന്നല്ലേ. സോൾ എന്ത് ചെയ്തു? യാഗം കഴിക്കാൻ തെറ്റാണോ? യാഗം കഴിക്കാൻ തെറ്റല്ല. കഴിക്കേണ്ടവർ കഴിക്കണം. അതാണ് അടുത്ത പ്രശ്നം. കഴിക്കേണ്ടവർ കഴിക്കണം, നിയമപ്രകാരം കഴിക്കണം. യാഗം കഴിക്കുന്നത് ഒരിക്കലും തെറ്റില്ല, പക്ഷെ സോൾ യാഗം കഴിക്കാൻ പാടില്ല. അതാണ് അവിടുത്തെ പ്രശ്നം, അല്ലേ? റൈറ്റ് ആക്ഷൻ ഓഫറിങ് സാക്രിഫൈസ് എന്നുള്ളത്. പക്ഷേ എന്താ സംഭവിച്ചത്? റോങ് ടൈമിങ്, മെത്തേഡ് വിത്തൗട്ട് ദി പ്രീസ്റ്റ് ഈസ് സിൻ. അതുപോലെയാണ് ഏദൻ തോട്ടത്തിൽ നടന്നത്. എന്താ സംഭവിച്ചത്? നന്മ തിന്മകളെക്കുറിച്ച് അറിയുന്ന ഒരു തെറ്റുമില്ല. കാരണം എന്താ? പ്രോവർബ്സ് 1:7 എന്താ വായിക്കുന്നത്?
യഹോവയോടുള്ള ഭക്തിയിൽ, യഹോവയോടുള്ള ഭയത്തിൽ വേണം ഞാൻ ജ്ഞാനം പ്രാപിപ്പാൻ. ഈ ഹവ്വ എന്താ അവിടെ പറഞ്ഞത്? ജനസിസ് ചാപ്റ്റർ 3 ഹവ്വ എന്താ പറഞ്ഞത്? ജ്ഞാനം പ്രാപിക്കാൻ കാമ്യം, അല്ലേ? ടു നോ ദ നോളജ്, അല്ലേ? അത് അറിയാൻ, എനിക്ക് അറിവ് നേടാൻ ഇത് കണ്ടപ്പോൾ എന്തോ ഒരു അട്രാക്റ്റീവായിട്ട് വന്നു. അവിടെയാണ് ഫോൾട്ട് പറ്റിയത്. നന്മയും തിന്മയും അറിയുന്നത് തെറ്റല്ല, അത് നല്ലത് തന്നെയാണ്. പക്ഷെ ദൈവത്തെ കൂടാതെ ഇവരെന്ത് ചെയ്തു? അറിയാൻ ശ്രമിച്ചു. ഞാൻ മുമ്പ് പറഞ്ഞത്, ദൈവത്തെ കൂടാതെ എന്ത് ചെയ്താലും ഇതാണ് ഇവിടെ. ദൈവത്തെ കൂടാതെ നന്മയും തിന്മയും they were trying to know, gain the knowledge of good and evil without God. ദൈവത്തെ കൂടാതെ ഈ നന്മയും തിന്മയും തിരിച്ചറിയാൻ ശ്രമിച്ചതാണ് ഇവിടെ പാപമായി തീർന്നത്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞോട്ട് കണക്ട് ആവുന്നുണ്ടോ? അതിലൂടെ ഞാൻ വരുന്നുള്ളൂ. വരുന്നുണ്ട്. നന്മ എന്തുകൊണ്ട് സത്യം പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് തന്നെ നേരിട്ട് പോകാം. എന്തുകൊണ്ടാണ് ദൈവം നന്മ ജീവവൃക്ഷത്തിൻ്റെ വൃക്ഷം കഴിക്കരുതെന്ന് പറയാതിരുന്ന? അതെ, അത് നേരത്തെ പറയാത്ത എന്തുകൊണ്ടാണ്? ചിന്തിച്ചിട്ടുണ്ടോ? അത് കഴിച്ചാലുണ്ടാകുന്ന പ്രശ്നം ഇത് കഴിച്ചാലുള്ളൂ. ഇത് കഴിച്ചാൽ മാത്രമേ അത് കഴിച്ചാലുള്ള പ്രശ്നം ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? ഇത് കഴിച്ചിട്ട് അത് പോയി കഴിച്ചാൽ എന്താ പ്രശ്നം? അതായത് നന്മയും തിന്മയും തിരിച്ചറിഞ്ഞു. നന്മയും തിന്മയും ഞാൻ തിരിച്ചറിഞ്ഞു, എന്നിട്ട് പോയിട്ട് ഞാൻ ജീവവൃക്ഷത്തിൻ്റെ ഫലം കഴിച്ചാൽ എന്ത് സംഭവിക്കും? ദൈവമാവുന്ന ആണോ? പാപാവസ്ഥയിൽ എന്നേക്കും ഞാൻ ജീവിച്ചിരിക്കും. എനിക്കൊരു വീണ്ടെടുപ്പ് സാധ്യമല്ല, പിന്നെ എനിക്കൊരു റിഡംഷൻ സാധ്യമല്ല. അതുകൊണ്ടാണ് എന്തുകൊണ്ട് ദൈവം നേരത്തെ പറയാതിരുന്നത്? ഇവൻ ഇത് കഴിച്ച്, അതുകൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യും? അവനെ പിടിച്ച് പുറത്താക്കി. ഇനി അതും കൂടെ പോയി കഴിച്ചാൽ ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയോട്ട് വരും. കണ്ടോ എത്ര പെർഫെക്റ്റായിട്ട് ദൈവം കാര്യം ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ നന്മയും തിന്മയും അറിയുക എന്നുള്ളത് തെറ്റുള്ള കാര്യമല്ല. പക്ഷേ ദൈവത്തെ കൂടാതെ നന്മയും തിന്മയും അറിഞ്ഞതാണ് അവിടുത്തെ പ്രിയമുള്ളവർ. ദൈവമക്കളെ, ദൈവത്തെ കൂടാതെ നാം ചെയ്യുന്നതെല്ലാം എന്താണെന്നാണ് പറയുന്നത്? പാപമാണ്. ക്ലിയർ ആണല്ലോ? സംശയമൊന്നുമില്ല അത്. ഇനി ഞാൻ സംശയം ചോദിച്ചാലും ഇവിടെ ചോദിക്കാൻ നമുക്ക് സമയമില്ല. ഞാൻ മുമ്പോട്ട് പോട്ടെ. മൂന്നാമത്തെ കാര്യം, അപ്പോൾ വാട്ട് വാസ് എ റിയൽ പ്രോബ്ലം ദെയർ? എന്താ പാപം? യെസ്, അതിലൂടെ ഞാൻ വരിക. എന്താ അവിടെ പാപം? നമുക്ക് ആ ഭാഗവും ചിന്തിക്കാം. 3 കാര്യങ്ങൾ നമ്മളവിടെ കാണുന്നുണ്ട്. ഒന്നെന്തായിരുന്നു? ഈ സൈറ്റൻ വന്നിട്ട് ചോദിക്കുകയാണോ, ഡിഡ് ഗോഡ് റിയലി ടെൽ, അല്ലേ? എന്താ ദൈവം നിന്നോട് വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. ഡൗട്ട് ക്രിയേറ്റ് ചെയ്തു, ഒരു ഡിസ്ബിലീഫ് ക്രിയേറ്റ് ചെയ്തു. 2 എന്താ ചോദിച്ചത്? രണ്ടാമത്തെ എന്താ പ്രശ്നം വന്നേ? യു വിൽ നോട്ട് ഷുവർലി ഡൈ, നീ മരിക്കയില്ല. ഒരു ഫാൾസ് ബിലീഫ് അവരിലേക്ക് കൊണ്ടുവന്നു. ദൈവം പറഞ്ഞ എന്തായിരുന്നു? അപ്പോൾ ഈ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ കുഞ്ഞുങ്ങൾക്ക്? എനിക്കറിയത്തില്ല, ഞാൻ വേറൊരു കാര്യം പറയണമെന്ന് പറഞ്ഞു. ഞാൻ പേരൻസിനെ പേടിച്ചിട്ട് ഞാൻ പറയുന്നില്ല. കാരണം എന്താ അറിയാം, പേരൻസ് പഠിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് എൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അങ്ങ് പോകുന്നത് കേട്ടോ. അപ്പോൾ ദൈവം പറഞ്ഞു, നീ നീ ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൽ യു വിൽ ഡൈ. സൈറ്റൻ പറഞ്ഞ എന്താ? എന്താ? മൂന്നാമത്തെ ഭാഗം ഡിസോബീഡിയൻസ് വന്നു. അപ്പോൾ ഒന്ന് ഡൗട്ട് ക്രിയേറ്റ് ചെയ്തു, 2 ഫാൾസ് ബിലീഫ് അവരിൽ കൊണ്ടുവന്നു, മൂന്നാമത് അത് ഒരു ഡിസോബീഡിയൻസിലോട്ട് വന്നു. അപ്പോൾ ടെൽ മീ, വാട്ട് വാസ് ദ റിയൽ പ്രോബ്ലം? വാട്ട് വാസ് ദ ഫസ്റ്റ് സിൻ? വാട്ട് വാസ് ദ റിയൽ പ്രോബ്ലം? അവിശ്വാസം. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? അവിശ്വാസമാണ് പാപം എന്ന് എവിടെ പറഞ്ഞിരിക്കുന്നത്? അവിടെ തന്നെ അല്ല, വേറെ പറഞ്ഞിട്ടുണ്ടെന്നേ. വായിക്കും ഹോശേയ പ്രവാചകന്റെ പുസ്തകം. ഇപ്പോൾ 2ാമത്തെ പോയിന്റിൽ എത്തിയുള്ളൂ ഞാൻ. എനിക്ക് തീരുമില്ലെന്ന്. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 7-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ഹോശേയ ചാപ്റ്റർ 6:7. I have a small request to children. What you want to do? You write all the notes in your notebook. Then when you reach home, ask doubts to your parents. കേട്ടോ, ഒരു സംശയം കൊടുക്കരുത്. പാരൻസ് മനസ്സിലാക്കിയിട്ട് പിള്ളേർക്ക് പറഞ്ഞു. നമ്മുടെ വീടാണ് പിള്ളേർക്ക് പഠിക്കാനുള്ള പാരൻസ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, കണ്ടോ അവിടെ അവർ എന്നോട് ഒരു ട്രാൻസ്ലേഷൻ ഞാൻ വായിച്ചങ്ങനെ, they dealt faithlessly with me. അവർ എന്നോട് വിശ്വാസ ലംഘനം നടത്തി, അവിശ്വാസം അവരുടെ ജീവിതത്തിലുണ്ടായി. അപ്പം നമ്മുടെ പാപം എന്തായിരുന്നു? അവിശ്വാസം. ഇനി ഞാൻ അടുത്ത ചോദ്യത്തോട് വരാൻ പോവാം. ഇനി ഞാൻ പിള്ളേരെ എഴുന്നേൽപ്പിക്കും. എന്താണെന്നറിയോ? ജോൺ ചാപ്റ്റർ 3:16. നമ്മുടെ സൺഡേ സ്കൂൾ പിള്ളേർ ബാക്കിൽ, അവരാ ഏറ്റവും സീനിയേഴ്സ്, അവിടെ പുറകിലിരിക്കുന്നവരാ. ജോൺ ചാപ്റ്റർ 3:16. ആർക്കൊന്ന് എഴുന്നേറ്റെന്ന് പറയാമോ? എഴുന്നേറ്റെന്ന് പറയണോ? സ്റ്റാൻഡപ്പ് ആൻഡ് സേ.
അടുത്ത വാക്കാണ് എനിക്ക് വേണ്ടത്. ഹൂസോ എവർ. യെസ്. അടുത്ത മനസ്സിലായല്ലോ. അടുത്ത ഇങ്ങോട്ടാണ് വരുന്നത്. പിള്ളേരെ എന്നെ ഇങ്ങനെ നോക്കുകയാണ്. ജോൺ ചാപ്റ്റർ 1:12 പറഞ്ഞേ, അറിയോ? നോ ഗേൾസ്. ജോൺ ചാപ്റ്റർ 1:12. എഴുന്നേറ്റ് സ്റ്റാൻഡപ്പ് ആൻഡ് സേ. ഓക്കെ, അവിടെ രണ്ടിടത്തും ഒരു കാര്യം നമ്മൾ വായിച്ചു. എന്തായിരുന്നു? വിശ്വസിക്കുക. എന്തുകൊണ്ടാണ് വിശ്വസിച്ചാൽ മാത്രം ദൈവമക്കളായി തീരുമെന്ന് പറയാൻ കാരണം? അവിശ്വാസത്താലാണ് ഞാൻ പാപിയായി തീർന്നത്. ആ അവിശ്വാസത്തെ ദൈവസന്നിധിയിൽ വന്ന് ഏറ്റു പറയുമ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. എന്താ നാം രക്ഷിക്കപ്പെടുമ്പോൾ ഏറ്റു പറയുന്ന വാക്യം? കർത്താവേ, ഞാനൊരു പാപിയാണ്, യു ഡൈഡ് ഫോർ മീ ഓൺ ദ ക്രോസ്. ഇല്ലേ? ഞാനത് ഐ ബിലീവ്. ABC റൂളൊക്കെ നമ്മുടെ സൺഡേ സ്കൂൾ പിള്ളേർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലേ? അക്സെപ്റ്റ്, ബിലീവ് ആൻഡ് കൺഫസ്. റൈറ്റ്? ബിലീവ്. ഞാൻ എന്തുകൊണ്ടാണ് വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്നത്? കാരണം എൻ്റെ അവിശ്വാസമാണ് എന്നെ പാപത്തിലേക്ക് നയിച്ചത്. വെൻ ഐ ഡിസ്ബിലീവ്, ഞാൻ അവിശ്വസിച്ചപ്പോഴാണ് പാപിയായി തീർന്നത്. എന്നാൽ ഞാൻ ആ തെറ്റ് ഇന്ന് ദൈവത്തോട് ഏറ്റു പറയണം. ഒരു കാലത്ത് എൻ്റെ ആദിമ പിതാവായ ആദമും അഹ്വയും പാപം ചെയ്തു, അവിശ്വാസത്താൽ പാപികളായി തീർന്നു. ഞാനും പാപിയായി തീർന്നു. എങ്ങനെ പാപിയെന്നാൽ ഞാൻ അടുത്ത് പറയാൻ പോവാം. ഞാൻ അവിശ്വാസത്താൽ പാപിയായി തീർന്നു. അതെൻ്റെ ഒരു മിസ്റ്റേക്കാണ്. ലോർഡ് പ്ലീസ് ഫോർഗീവ് മീ. ഐ അക്സെപ്റ്റ് ദാറ്റ്. ഐ ബിലീവ് ദാറ്റ് യു ആർ ദ ഓൺലി ഗോഡ്. അതുകൊണ്ടാണ് വിശ്വാസം മാത്രം രക്ഷ എന്ന് നമ്മൾ പഠിപ്പിക്കുന്നത്. ക്ലിയർ ആയില്ലേ? സംശയമുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മൾ മാത്രം പ്രവൃത്തികളിലല്ല വിശ്വാസം മാത്രം രക്ഷ എന്ന് പറയാൻ കാരണം? ഞാൻ അവിശ്വാസത്താൽ ഞാൻ പാപിയായി തീർന്ന് ആ പാപം ഞാൻ ദൈവത്തോട് ഏറ്റു പറയുമ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്, ദൈവമകനായി തീരുന്നത്, എനിക്ക് നിത്യജീവൻ ലഭിക്കുന്നത്. അപ്പോൾ അവിശ്വാസത്താൽ ഞാൻ പാപിയായി തീർന്നു, വിശ്വാസത്താൽ എനിക്ക് രക്ഷ പ്രാപിക്കുന്നു. ക്ലിയർ ആയില്ലേ? ഇനി ഞാൻ മുമ്പോട്ട് വരട്ടെ. ഇത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് ചോദിക്കണം കേട്ടോ, നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ എങ്ങനെ അപ്പോൾ അവിടുന്ന് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് അറിയോ? അപ്പോൾ വാസ്തവത്തിൽ എന്താ സംഭവിച്ചത്? ഞാനത് ഇങ്ങനെ തന്നെ വായിക്കാം. ക്രിസ്ത്യൻ ഗ്രോത്ത് ഈസ് നോട്ട് ഇൻഡിപെൻഡൻസ്. ക്രിസ്ത്യൻ ഗ്രോത്ത് ഈസ് നോട്ട് ഇൻഡിപെൻഡൻസ് ബട്ട് ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്. എന്താണ് ക്രിസ്തീയ വളർച്ച എന്ന് പറയുന്നത്? ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും, നമ്മൾ പിള്ളേരെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താ? അവർ സ്വന്തം കാര്യം നോക്കാൻ പറ്റണം അല്ലേ? ഇല്ല, അവർ സ്വന്തം കാര്യം സ്വന്തമായിട്ട് പഠിക്കണം, അവർ സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യണം, സ്വന്തമായിട്ട് എല്ലാം എന്നോട് അഭിപ്രായം ചോദിക്കുക, എല്ലാ കാര്യം സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആകുമ്പോഴാണ് നമ്മൾ അവർ മെച്യൂറായെന്ന് പറയുന്നത്. പക്ഷേ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ, ഒരു ക്രിസ്ത്യൻ ലൈഫിൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആകുന്നതല്ല ക്രിസ്ത്യൻ ഗ്രോത്ത് എന്ന് പറയുന്നത്. മറിച്ച് എന്താ? നാം ദൈവത്തിൽ ഡിപ്പെൻഡൻ്റ് ആവുന്നതാണ് ഒരു ക്രിസ്തീയ വളർച്ച എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആദമും ഹവ്വയും പാപം ചെയ്യുന്നതിന് മുമ്പേ നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി, കർത്താവ് ഇനി എന്നാ ചെയ്യേണ്ടത് അറിയത്തില്ല, നീ പറയാതെ എനിക്കൊന്നും അറിയത്തില്ല. കാരണം ഹി ഈസ് ഫുള്ളി ട്രസ്റ്റിംഗ് ഓൺ ഹിം. ദൈവത്തിൽ മാത്രം, വേറൊരു അഭിപ്രായമില്ല. സാത്താൻ വന്നാ പ്രശ്നം ഉണ്ടാക്കിയത്. ആ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ആലോചന ചോദിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമാണ് ഡിപ്പെൻഡൻറ്റ്. റൈറ്റ് അല്ലേ? അങ്ങനെയുള്ളൊരു ജീവിതമാണ്. ആ ജീവിതത്തിലേക്ക് നാം മടങ്ങി വരുന്നതാണ് ക്രിസ്തീയ വളർച്ച എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നത്. അല്ലാതെ ഞാൻ ദൈവവചനം പഠിച്ചു, എൻ്റെ തലയിൽ മുഴുവൻ വചനം നിറച്ചതുകൊണ്ട് ഞാൻ ഒരിക്കലും ക്രിസ്തീയ വളർച്ച പ്രാപിക്കുന്നില്ല, ഒരാത്മീകനാകുന്നില്ല. ആത്മീകനാകുന്ന ആരാണെന്ന് ചോദിച്ചാൽ ഫുള്ളി ട്രസ്റ്റ്, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി അവനിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുവനാണ് ആത്മീകൻ. ആ ഒരു ലെവലിൽ ജീവിക്കാനാണ് ദൈവം നമ്മെ ആഗ്രഹിച്ചു. ഞാൻ അടുത്ത വിഷയത്തിലോട്ട് പോട്ടെ, സമയം മുമ്പോട്ട് പോകുന്നല്ലോ. ഹൗ ഡിഡ് വി ബിക്കം സിന്നേഴ്സ്? നമ്മളെങ്ങനെ ഭാവികളായി തീർന്നു? ആദമും ഹവ്വയും ഒരു പഴം പറിച്ചു നിന്നുകൊണ്ട് ഞാൻ ഭാവിയാന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കില്ല? സിനിമാവും ഡിസെൻഡൻസേ ഉള്ളൂ. പിന്നെന്തെങ്കിലും പറയാൻ പറ്റുമോ? എങ്ങനെ പാപം നമ്മളോട് പകർന്നു വന്നത്? പാപത്തിന് എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഓക്കെ, എങ്ങനെയാണ് എനിക്ക് പാപം ഉണ്ടായത്? ഇത് പാപം പരന്നു. പിന്നെ എങ്ങനെയാണ് ഞാൻ പാപിയായി തീർന്നത്? ഉദാഹരണം പറയട്ടെ, 2 കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് മനസ്സിലാക്കി വെച്ചോണം. നാളെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവരും ചോദിച്ചാൽ പറയേണ്ടതാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണ്. ഹോസ്പിറ്റലിൽ പോയി കഴിയുമ്പോൾ ഡോക്ടർ നമ്മോട് ചോദിക്കും, ഡയബറ്റിക് ഉണ്ട് അല്ലേ? ഡയബറ്റിക് ആയിട്ട് നമ്മൾ ഡോക്ടറെ കാണാൻ പോകാം. അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരിക്കും? കേട്ടോ, ഉത്തരം വരുന്നുണ്ട് ഇപ്പോൾ. എങ്ങനെ പേരൻസിനോ ഡയബറ്റിക് എനിക്ക് ഉണ്ടാവുന്നത്? ഹെറിഡിറ്ററിയാ. പിന്നെ അപ്പനെ പോലെ തന്നെയാണ് മകളിരിക്കുന്നത്, അല്ല മകനിരിക്കുന്നത്. എൻ്റെ കൊച്ചിനെ കുറിച്ച് അങ്ങനെ പറയണേ, അതേ സ്വഭാവം. എൻ്റെ ചെറുതിനെ കുറിച്ച് പറയുമ്പോൾ അതേ സ്വഭാവം. എന്തുകൊണ്ടത്? എന്നിലും ജനിച്ചു വന്നുകൊണ്ടല്ലേ? അതേ സ്വഭാവം, അതേ ട്രേറ്റ്സ്, അതേ കാര്യങ്ങൾ. എൻ്റെ അസുഖം ചിലപ്പോൾ അതിന് കിട്ടും.
അപ്പോൾ പാപം എങ്ങനെയാണ്? പാപം എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? വാട്ട് യു മീൻ? എന്താ പാപം എന്ന് പറഞ്ഞാൽ? പാപം എന്ന് പറഞ്ഞാൽ നോട്ട് നോയിങ് ഗോഡ്. അത് ഞാൻ ചോദിക്കുന്നത്, അതൊരു സ്വഭാവമാണോ അതൊരു ആക്ഷനാണോ? സ്വഭാവം. അത് പാപം എന്ന് പറഞ്ഞൊരു സ്വഭാവമാണ്. സംശയമുണ്ടോ? ഞാനത് അടുത്ത ടോപ്പിക്കിൽ ഞാനത് പറയും. പാപം സ്വഭാവമാണ്. അപ്പം നിങ്ങളിങ്ങനെ മനസ്സിലാക്കി, പാപം സ്വഭാവമാണ്. എൻ്റെ സ്വഭാവമാണ് എൻ്റെ കൊച്ചിലേക്ക് ട്രാൻസ്ഫർ ആയി വരുന്നത്, അല്ലേ? എൻ്റെ സ്വഭാവമാണ് എൻ്റെ കൊച്ചിലേക്ക് വരുന്നത്. എൻ്റെ പാരൻസിൻ്റെ ഡിസീസാണ് എനിക്ക് ട്രാൻസ്ഫർ ആയി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദമും ഹവ്വയുമാണ്. റോമർക്ക് എഴുതിയ ലേഖനം റോമൻസ് 5:12 എന്താ വായിക്കുന്നത്? റോമൻസ്, therefore just as sin came into this world through one man and the death through sin, and so death spread to all men because all sinned. ഒരു മനുഷ്യൻ പാപം ചെയ്ത മുഖാന്തരം അവനിൽ നിന്ന് വരുന്ന സകല ജനവും പാപികളായി. കാരണം എന്താ? പാപം സ്വഭാവത്തിലാണ് വന്നത്. പാപം സിൻഫുൾ നേച്ചറാണ് ഉണ്ടായിരുന്നത്, സിൻഫുൾ നേച്ചർ. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പഠിച്ചല്ലോ. ഇനി ഞാനിവിടെ അടുത്തൊരു കാര്യം ഞാനിവിടെ എടുക്കുക. ഒരു ട്രീ എടുക്കുക. രണ്ടാമത്തെ കേസ്, ഒരു ട്രീയുടെ റൂട്ട് അൺഹെൽത്തി ആണെങ്കിൽ എന്താ അതിൻ്റെ ബ്രാഞ്ചിൻ്റെ അതിൻ്റെ മേളത്തെ നിലവാരം? ഇഫ് ദ റൂട്ട് ഈസ് ഹെൽത്തി, ട്രീസ് ഗ്രോസ് വെൽ. ഇഫ് ദ റൂട്ട് ഈസ് അൺഹെൽത്തി, വാട്ട് വിൽ ഹാപ്പൻ? ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ റൂട്ട് ആരാ? ആദമിന്റെ സ്വഭാവത്തിലെ പാപം വന്നുപോയി. ആ സ്വഭാവം എന്നിലോട്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പാപിയായി തീർന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, പാപം എവിടെയാ? സോഴ്സിലുണ്ടല്ലോ. നമ്മളിന്ന് പാപികളാണോ? ചോദ്യം അല്ലേ, നമ്മൾ പാപികളാണോ? നമ്മൾ പാപികളായിരുന്നു, പാപ സ്വഭാവമുള്ളവരാ. എന്നിട്ട് പാപം ചെയ്യുന്നില്ലേ? പുതിയ മനുഷ്യരായ നമ്മൾ പാപം ചെയ്യുന്നില്ലേ? പാപം ചെയ്യുന്നവനെല്ലാം പാപിയാ ഉണ്ട്. പിന്നെ പാപികൾ തന്നെയാണ് പാപം മറിക്കപ്പെട്ടിരിക്കുന്നത്. പിന്നെ രണ്ട് തരം, ഞാൻ അടുത്ത വിഷയത്തിലോട്ട് നേരിട്ട് പോവാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. റൂട്ടിൽ പാപത്തിൻ്റെ സ്വഭാവം, ബൈ നേച്ചർ പാപത്തിൻ്റെ സ്വഭാവം ഉള്ളത് കൊണ്ടാണ് ഞാൻ പാപിയായി തീർന്നത്. ഞാനത് അടുത്ത പോയിന്റിൽ ഞാൻ വിവരിച്ച് പറയാം അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്നുള്ളത്. രണ്ട്, എൻ്റെ പാരൻസിന് ഉണ്ടായിരുന്ന ആ ഡിസീസ് അല്ലെങ്കിൽ ആ ഹെറിഡിറ്ററി ആയിട്ടുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം എനിക്കും വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ സ്വഭാവത്താലാണ് പാപം എന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പാപ സ്വഭാവത്തിൽ വന്നത് നമ്മൾ വായിക്കുന്നത്, പാപത്തിൻ്റെ സാദൃശ്യത്തിൽ വന്നത്. ഞാൻ അടുത്ത പോയിന്റിൽ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പം രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സോഴ്സിൽ പാപം വന്നു. സോഴ്സിൽ പാപം വന്നു. അപ്പോൾ സോഴ്സിൽ പാപത്തിന് ട്രീറ്റ്മെൻറ്റ് ലഭിച്ച കുറച്ച് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. ആരൊക്കെയാ അത്? സോഴ്സിലെ പാപത്തിന് ട്രീറ്റ്മെൻറ്റ് ലഭിച്ച കുറച്ച് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. രക്ഷിക്കപ്പെട്ടവർ കണ്ടോ? സോഴ്സിൽ നമുക്ക് കുറച്ച് ആ പാപത്തിന് നമുക്ക് എന്തെന്ന് പറയാം? സിൻ ബൈ നേച്ചർ കണ്ടോ? സോഴ്സിൽ നമുക്ക് കുറച്ച് പാപം ഉണ്ടായി. നമുക്ക് ആദമിൻ്റെ മകനായി ജനിച്ചതുകൊണ്ട് സോഴ്സിലെ ഞാൻ പാപിയാണ്. അതിനൊരു ട്രീറ്റ്മെൻറ്റ് ലഭിച്ചു. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ലഭിച്ചവരാണ് ആര്? രക്ഷിക്കപ്പെട്ടവർ. പക്ഷേ രണ്ടാമത്തെ ഒരു കൂട്ടരുണ്ട്. എന്താ? സോഴ്സിലെ പാപത്തിന് ട്രീറ്റ്മെൻറ്റ് ലഭിച്ചിട്ടുമില്ല, ആക്ഷനിലെ പാപത്തിനും ട്രീറ്റ്മെൻറ്റ് ലഭിക്കാത്തവർ. അവരെ എന്താണെന്ന് ഇന്നും പറയുന്നത്. അപ്പോൾ ഞാൻ അടുത്ത പോയിന്റിലോട്ട് അത് കടന്നു വരാം. ഇപ്പോൾ ഇവിടെ നടക്കുന്നൊരു കാര്യം നോക്കിയേ. നാം എങ്ങനെയാണ് പാപത്തിൽ വീണത്? ഡിസ്ബിലീഫ് വന്നു, അത് റോങ് ബിലീഫിലേക്ക് പോയി. ഡിസൊബീഡിയൻസ് വന്നു, സിന്നായി. പക്ഷേ നാം രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. നമുക്ക് യഥാർത്ഥത്തിൽ വിശ്വാസം നമ്മളിൽ വരുമ്പോൾ, അത് കർത്താവായ യേശുക്രിസ്തുവിലുള്ള ബിലീഫ് നമ്മളിൽ വരുമ്പോൾ, അതിനോട് നമ്മൾ അനുസരണം കാണിക്കുമ്പോൾ സാൽവേഷൻ വരുന്നു. ഞാൻ പറഞ്ഞതല്ല, ആർക്കെങ്കിലും പറയാം. ഒരു വാക്യം ഇതിനുണ്ട്. ഒരു വാക്കിൽ ഒരുപാട് വാക്യമുണ്ട്. ഇവിടെ നിന്ന് പറയാമോ? യോഹന്നാൻ സുവിശേഷം 3-36 വാക്യം. പെട്ടെന്ന് അടുത്ത് വായിക്കാം. ഗോസ്പൽ അക്കോർഡിംഗ് ടു ജോൺ ചാപ്റ്റർ 3:36. പുത്രനിൽ വിശ്വസിക്കുന്നവനോ പിന്നെ രണ്ട് കാര്യം ഇവിടെ കണ്ടു. എന്താ കണ്ടേ? വിശ്വസിക്കണം, രണ്ട് അനുസരിക്കണം. എങ്ങനെ നമ്മൾ പാപികളായി തീർന്ന്? അവിശ്വാസവും അനുസരണക്കേടും അല്ലേ? ഇവിടെ വിശ്വാസവും അനുസരണവും ഉണ്ടായിക്കഴിയുമ്പോൾ നമുക്ക് എന്തുണ്ടാവുന്നു? നിത്യജീവൻ ഉണ്ടാവും. നാം രക്ഷിക്കപ്പെടുന്ന ദൈവമക്കളായി തീരുന്നു. അങ്ങനെ സോഴ്സിൽ ട്രീറ്റ്മെൻറ്റ് ലഭിച്ചവരാണ് നമ്മൾ. സോഴ്സിലെ സിൻ ബൈ നേച്ചറിന് ട്രീറ്റ്മെൻറ്റ് ലഭിച്ചവരാണ്. അതുകൊണ്ടാണ് നമ്മൾ ദൈവമക്കളായി തീർന്നത്. മനസ്സിലായില്ലേ? പക്ഷേ ആക്ഷനിൽ ഇപ്പോഴും നമ്മൾ പാപം ചെയ്യുന്നുണ്ട്. അതിന് വേറൊരു സൊല്യൂഷൻ നമ്മൾ പഠിക്കാൻ പോവാണ്.
ഉറപ്പാണല്ലോ അല്ലേ? വീടല്ലല്ലോ, വീടായിട്ടും കാര്യമില്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സിൻ ആണ്. എത്ര തരം പാപങ്ങളുണ്ട് അവിടെ ബോർഡിലുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. 2 തരം പാപങ്ങളാണ് ഞാൻ കൊണ്ടുവന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം ഒന്നെന്താ, സിൻ ബൈ നേച്ചർ. വാക്യം വായിച്ച് സഹിച്ചാൽ മുമ്പ് പറഞ്ഞു, ദാവീദ് പറഞ്ഞൊരു വാക്യം എന്താ? Psalms 51:5 എന്താ വായിക്കുന്നത്? പാപത്തിൽ എൻ്റെ അമ്മ ഗർഭം ധരിച്ചു. കണ്ടോ, ഞാൻ ജനിച്ചു വന്നതേ പാപത്തില. ബൈ നേച്ചർ ഐ എം എ സിന്നർ. പിന്നെ വാക്യമുണ്ട് എന്താ? അവിടെ നോക്കിക്കോ, എഫേസ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് എന്താ വായിച്ചത്? അവിടെ എന്താ വായിക്കുന്നത്? ഞാൻ അല്ല, എഫേസ്യർ 2:3 പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കൾ. ഞാൻ പ്രകൃതിയാൽ ബൈ നേച്ചർ ഞാൻ എന്താണ്? സൺ ഓഫ് റാത്ത്. കണ്ടോ, ബൈ നേച്ചർ ഞാൻ പ്രകൃതിയാൽ, ബൈ നേച്ചർ ഐ എം എ സിന്നർ. കണ്ടോ, പിന്നെ നമ്മൾ വായിക്കുന്നുണ്ട് 5:12, റോമൻസ് 5:12 എന്താ വായിക്കുന്നത്? മതി. അപ്പോൾ ആ ആദമിൽ കൂടെ, ആദമിൻ്റെ നേച്ചറിലൂടെ ഞാൻ പാപിയായി തീർന്നു. ഈ പാപത്തിന് കാൽവറിയിൽ ദൈവം എന്ത് ചെയ്തു? പരിഹാരം വരുത്തി. ഈ പാപത്തിന് മാത്രമല്ല, ഞാൻ അടുത്ത പോയിന്റിലോട്ട് വരാൻ പോവാം. ഈ സിൻ ബൈ ആക്ഷൻസ് ഉണ്ട്. അതാരൊക്കെ ചെയ്യും? എല്ലാവരും, നമ്മളടക്കം എല്ലാവരും ചെയ്യും അല്ലേ? അപ്പോൾ ഈ സിൻ ബൈ നേച്ചറിന് വിടുതലും വീണ്ടെടുപ്പും പരിഹാരവും ലഭിച്ചവരാണ് നമ്മൾ. അങ്ങനെയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. ഉറപ്പാണല്ലോ. സിൻ ബൈ നേച്ചറിന് പാപത്തിൻ്റെ മക്കളായിരുന്ന എന്നെ ദൈവം വീണ്ടെടുത്തു. ആ നേച്ചറിൽ, ആ സോഴ്സിലെ ട്രീറ്റ്മെൻറ്റ്, ജനറ്റിക്കായിട്ട് വന്നിരിക്കുന്ന ആ ഡിസീസ് ട്രീറ്റ് ചെയ്യപ്പെട്ടു എനിക്ക്. പക്ഷേ എൻ്റെ ശരീരത്തിലും എൻ്റെ സോളിലും പാപത്തിൻ്റെ നേച്ചറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആക്ഷനിൽ പാപം ചെയ്തു പോകുന്നത്. അത് ഞാൻ അടുത്ത പോയിന്റിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എൻ്റെ ആത്മാവിന് വീണ്ടെടുപ്പ് ലഭിച്ചത്, എൻ്റെ നേച്ചറിലുള്ള പാപത്തിന് വീണ്ടെടുപ്പ് ലഭിച്ചു. അങ്ങനെ ഞാൻ ദൈവം അങ്ങനെ ആയി തീർന്നു. പക്ഷേ സ്റ്റിൽ സിൻ ബൈ ആക്ഷൻസ് ഓൾസോ ദെയർ. എന്താ അവിടെ എന്താ വായിക്കുന്നത്? ഞാൻ ദൈനംദിന ജീവിതത്തിൽ പാപം ചെയ്തു പോകുന്നു. ഈ പാപം എന്താണ് നമ്മൾ മുമ്പ് കണ്ടത്? എനിത്തിങ് അപ്പാർട്ട് ഫ്രം ഗോഡ് ഈസ് സിൻ. അതെന്തൊക്കെയാന്ന് നോക്കിയേ. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 5:17 എന്താ വായിക്കുന്നത്? നാം ഏത് അനീതി ചെയ്യരുതെന്ന് ദൈവം പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യവും കമ്മീഷനാണ്. ദൈവം കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ചെയ്യരുത്, യു ഷുഡ് നോട്ട് ഡു ഇറ്റ്. അത് ചെയ്ത പാപമാണ്. അടുത്ത വാക്യം ജെയിംസ് 4:17 അത് ഒമിഷനാണ്. അത് ഞാൻ ചെയ്യേണ്ടതാണ്, ബട്ട് ഐ എം നോട്ട് ഡൂയിങ്. ഞാനത് ചെയ്യുന്നില്ല, അതും പാപമാണ്. ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നതും ചെയ്യരുതാത്തത് ചെയ്യുന്നതും പാപമാണ്. ആ പാപത്തിൻ്റെ ലിസ്റ്റ് നമ്മളെല്ലാവരും ആ പാപം ചെയ്യുന്നവരാണ്. ഉറപ്പില്ലേ? ആർക്കും സംശയമുണ്ടോ? നമ്മൾ ആ കൂട്ടത്തിലുള്ളവരാ. അങ്ങനെയാണെങ്കിൽ ഈ പാപത്തിന് ഒരു ശിക്ഷയുണ്ട്. ഈ പാപത്തിന് ഒരു ശിക്ഷയാണ്. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു മരിച്ച ഏത് പാപത്തിന് വേണ്ടിയാ? ബോത്ത് അല്ലേ? ബോത്ത്. അതായത് എൻ്റെ നേച്ചറിൽ വന്ന പാപത്തിനും കർത്താവ് മരിച്ചു, ഞാൻ ചെയ്യുന്ന പാപത്തിനും കർത്താവ് അന്നേ മരിച്ചു. പക്ഷേ ഇന്ന് ചെയ്ത പാപത്തിന് എനിക്ക് എങ്ങനെ വിജയം പ്രാപിക്കാം എന്ന് നമ്മളിനി പഠിക്കാൻ പോവുക. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ പാപിയായി തീർന്നത് ബൈ നേച്ചറാണ്. ആ നേച്ചറിൽ എനിക്കുണ്ടായ പാപത്തെ ദൈവം കാൽവറിയിൽ പരിഹാരം വരുത്തി. അത് എൻ്റെ ഡിസ്ബിലീഫായിരുന്നു. അത് ഞാൻ ബിലീവ് ചെയ്തു. ഞാൻ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ദൈവമകനായി തീർന്നപ്പോൾ എൻ്റെ പാപത്തിന് പരിഹാരം ലഭിച്ചു. ബട്ട് ബൈ ആക്ഷൻസ് സ്റ്റിൽ ഐ എം ഡൂയിങ് സിൻ. ബട്ട് അതെനിക്ക് എങ്ങനെ ഓവർകം ചെയ്യാം അത് ഞാൻ പഠിക്കാൻ പോകും. അത് സാധാരണ സിന്നേഴ്സിനില്ല, ഓവർകം ഇല്ല. കാരണം അവർ ദൈവത്തിൻ്റെ ആത്മാവ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല. അവർ അവർ സോഴ്സിലും പാപികളാണ്, അവർ ആക്ഷനിലും പാപികളാണ്. അവർക്ക് പരിഹാരമില്ല, ആത്മാവിനെ കൊടുത്തിട്ടില്ല. ക്ലിയർ ആണല്ലോ? ഇനി ഞാൻ അടുത്തോട്ട് മുമ്പോട്ട് പോകുന്നത്, അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, സോഴ്സിൽ ട്രീറ്റ്മെൻറ്റ് ലഭിച്ചവരാണ് നമ്മൾ അല്ലേ? അതുകൊണ്ടാണ് നമുക്ക് സോഴ്സിൽ ട്രീറ്റ്മെൻറ്റ് ലഭിച്ചുകൊണ്ടാണ് പലപ്പോഴെങ്കിലും ചെറിയ തെറ്റിനെങ്കിലും ഒരു കുറ്റബോധം നമ്മുടെ ഉള്ളിൽ വരുന്നത്. സോഴ്സിൽ ട്രീറ്റ്മെൻറ്റ് ലഭിച്ചുകൊണ്ടാണ്. കാരണം സോഴ്സിൽ ട്രീറ്റ്മെൻറ്റ് ലഭിച്ചവർക്കെല്ലാം എന്ത് കിട്ടി? നിത്യജീവൻ ലഭിച്ചു. വേറൊരു കാര്യം കിട്ടി, ഹോളി സ്പിരിറ്റ് കിട്ടി. കണ്ട, അപ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ സോഴ്സിൽ പാപത്തിന് ട്രീറ്റ്മെൻറ്റ് ലഭിച്ചവരുടെ ഉള്ളിലെല്ലാം അതുള്ളത് കൊണ്ട് ഒരു പാപം ചെയ്യും, വേണം നീ ചെയ്ത് തെറ്റാണേ, ഒരു വട്ടം പറയും, 2 വട്ടം പറയും, 3 വട്ടം പറയും, സ്റ്റിൽ ഐ എം ഡൂയിങ് ദ സെയിം തിങ്. ആത്മാവ് മെല്ലെ സൈലൻ്റ് ആവും. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ 2 ഫൈൻ വന്നാലേ പഠിക്കൂ ആ ഒരു ലെവലിലോട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മിനിറ്റ് ഉള്ളൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? കോൺസിക്വൻസ് ഓഫ് സിൻ. അതും കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. കോൺസിക്വൻസ് ഓഫ് സിൻ എന്താ? പാപത്തിനുണ്ടായ പരിണിത ഫലങ്ങൾ.
ഒരു മനുഷ്യന് എ ഫോൾ ഇമ്പാക്റ്റഡ് റൈറ്റ് എവറി ഡയമെൻഷൻ ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ 3 കാര്യങ്ങളുണ്ട്, നമുക്കറിയാമല്ലോ അതൊക്കെയാണ്. അതെവിടെ പറയണത്? തെസ്സലോനിക്കർ ലേഖനം 5 ഫസ്റ്റ് തെസ്സലോനിക്കർ 5:23 ഫസ്റ്റ് തെസ്സലോനിക്കർ 5. ഇങ്ങനത്തെ കുറച്ച് വാക്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം, കാരണം കുഞ്ഞുങ്ങളൊക്കെ ചോദിക്കുമ്പോഴേ നമുക്ക് അറിയണം കേട്ടോ. ഫസ്റ്റ് തെസ്സലോനിക്കർ ചാപ്റ്റർ 5:23 അവിടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ പാപം ചെയ്തപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് സംഭവിച്ചത്? നമുക്കൊന്ന് ശ്രമിക്കാം. 5 മിനിറ്റ് ഉണ്ട്. ഒരു പക്ഷേ 5 മിനിറ്റ് കൂടുതലെടുത്താൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഇതൊന്ന് തീർത്തിട്ട് പോയാൽ ഈ സമാധാനം. എനിക്ക് മുഴുവൻ തീർക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ നടക്കുന്നില്ല. ഓക്കെ, ഒന്ന് ബോഡിക്ക് എന്താ സംഭവിച്ചത്? വെൻ ഐ സിൻഡ് വാട്ട് ഹാപ്പൻ ടു മൈ ബോഡി? ബോഡി മരിക്കാൻ തുടങ്ങി. ഓക്കെ, മരണം വിളിച്ചു. ഓക്കെ, ശരിയാ, ബോഡിക്ക് മരണം സംഭവിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിലൂടെ തന്നെ പോവാം. ബോഡി മരിക്കാൻ തുടങ്ങി. ഉൽപ്പത്തി പുസ്തകത്തിലൂടെ പോവാം. ജനസിസ് ചാപ്റ്റർ 2:9. ജനസിസ് ചാപ്റ്റർ 2:9. ഉറക്കെ വായിക്കും. അല്ലല്ല, ജനസിസ് ചാപ്റ്റർ 2:9. ഒരു മിനിറ്റ് ടൈപ്പ് ചെയ്ത മിസ്റ്റേക്ക് ആയിരിക്കും. ഒരു മിനിറ്റ്. ജനസിസ് ചാപ്റ്റർ 2:19. സോറി, 19. നമുക്കത് അസ്യൂം ചെയ്യാൻ പറ്റുമോ? നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ഈ ആകാശത്തൂടെ പറക്കുന്ന സകല പക്ഷികൾക്കും ഇന്ന് ലോകത്ത് കാണുന്ന സകല മൃഗങ്ങൾക്കും ആര് പേരിട്ടെന്നാണ് വായിക്കുന്നത്? ഒന്ന് ചിന്തിച്ച് വായിക്കോ. ഇങ്ങനെ ആദം ഹവ്വ ഇങ്ങനെ സൈഡിൽ നിൽക്കുകയാണ്, ദൈവം അടുത്ത് ഉണ്ടെന്ന് വിചാരിക്കുക. സിംഹം പോകുന്നു, ലയൺ പോകുന്നു, എനിക്കറിയത്തില്ല എല്ലാത്തിനും പേര്. ഇങ്ങനെ ഓരോന്നോരോന്ന് ഇവനെ നോക്കിയിട്ട് പേരിട്ടു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര സമയം എടുത്ത് കാണും? അപ്പോൾ ഈ മനുഷ്യൻ ആരായിരുന്നു? ഈ പാപം ചെയ്യുന്നതിന് മുമ്പ് ഈ മനുഷ്യൻ ആരായിരുന്നു? സിംഹമൊക്കെ കൂളായിട്ട് ഇവനെ ഒന്നും കാണിക്കാതെ ഇവൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. സിംഹം പോകുന്നു, ആന പോകുന്നു, കരടി പോകുന്നു, മാൻ പോകുന്നു, പാമ്പ് പോകുന്നു, എല്ലാം ഇവൻ്റെ മുമ്പ് കിടന്ന് പോകുന്നു. എല്ലാത്തിനും മുമ്പ് നമ്മുടെ ഈ പ്രത്യേകിച്ച് യുഎയിലൊക്കെ താമസിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പാറ്റ ഇതിലെ പോയാൽ കോക്രോച്ചിനെ കണ്ട പേടിയാ. എന്താ സംഭവിച്ചത്? നമ്മുടെ ശരീരത്തിന് ഭയം ബാധിച്ചു. നമ്മളിൽ നിന്ന് എന്ത് നഷ്ടപ്പെട്ടു? തേജസ് നഷ്ടപ്പെട്ടു. അന്ന് ഈ മൃഗങ്ങൾക്കെല്ലാം നമ്മളെ കാണുമ്പോൾ, ഈ മനുഷ്യനെ കാണുമ്പോൾ സംതിങ് ഗ്രേറ്റ്, ദൈവത്തെ പോലെ ഒരുവൻ, ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ഉണ്ടാക്കിയ ഒരുവൻ, അവനെ കാണുമ്പോൾ എന്ത് ഭവ്യതയോടെ ഈ മൃഗങ്ങളെല്ലാം ഇങ്ങനെ വഴിവരിയായിട്ട് പോകുന്നത്. നോഹ പെട്ടകം ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, 1 by ബെല്ലടിച്ചപ്പോൾ ഓരോന്ന് ഇങ്ങനെ കയറി. നമ്മൾ ഈ മൃഗത്തെയൊക്കെ ഇങ്ങനെ വിളിച്ചാൽ എത്ര നമ്മുടെ ബെല്ലടി കേട്ട് വരും? അതെ, ഇതാണ് സംഭവിച്ചത്. നമ്മളിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ നിന്ന് ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോയി. ദൈവ തേജസ് നഷ്ടപ്പെട്ടു. എവിടെയാണ് പറയണത്? റോമർക്ക് എഴുതി ലേഖനം 7:24 വാക്യം. റോമൻസ് ചാപ്റ്റർ 7:24. ഉണ്ട്, ഒരുപാടുണ്ട്. ഞാൻ മരണത്തിന് അധീനമായ എൻ്റെ ശരീരത്തിന് മരണം ബാധിച്ചു. എൻ്റെ ശരീരം തേജസ് നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ ശരീരത്തിന് മരണം ബാധിച്ചു. എൻ്റെ ശരീരം മരണത്തിന് വിധേയമായി തീർന്നു. ബോഡിക്ക് മരണം സംഭവിച്ചു, മരണത്തിന് വിധേയമായി തീർന്നു. ഞാൻ കഴിഞ്ഞു പോകുന്നു. രണ്ടാമത്തെ, എൻ്റെ സോളിന് എന്താ സംഭവിച്ചേ? എൻ്റെ പാപം ചെയ്തപ്പോൾ എൻ്റെ സോളിന് എന്താ സംഭവിച്ചേ? സോളെന്ന് പറഞ്ഞാൽ എന്താ? സോൾ ചിന്ത, നമ്മുടെ ഇന്നർ മാൻ അല്ലേ? ഇന്നർ മാൻ, നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുന്ന, നമ്മുടെ വിചാരങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യങ്ങളാണ് ഈ സോളിൽ നമ്മൾ പറയുന്നത് അല്ലേ? സോൾ. അതിനെന്താ സംഭവിച്ചേ? സോളിനെന്താ സംഭവിച്ചു പാപം ചെയ്തപ്പോൾ? പോരാ, സോളിനെന്താ സംഭവിച്ചു? പെട്ടെന്ന് നിർത്തണമെങ്കിൽ പറന്നു പോകണം. അന്ന് വരെ ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു, ദൈവം എന്തു പറഞ്ഞാലും ഇവർ സ്വന്തമായിട്ടൊന്നും ചിന്തിക്കുമോ? ഇവർ സ്വന്തമായിട്ടൊന്നും ദൈവം എന്ത് പറയുന്നു അത് മുഴുവൻ അംഗീകരിക്കുക. നന്മയും തിന്മയും തിരിച്ചറിയാൻ തുടങ്ങിയപ്പോഴേക്കും ഇവർ ചിന്തിക്കാൻ തുടങ്ങിയാണ്. സഹോദരൻ, അത് വെച്ചിട്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഞാൻ അവനോട് അന്ന് ചെയ്തതിൻ്റെ പ്രതികാരമായിരിക്കുമല്ലോ.
എൻ്റെ നന്മ, ഞാനിത് ജീവിക്കുന്ന ഏത് പ്രോസസ്സിലാണ്? നന്മയും തിന്മയും ഐഡന്റിഫൈ ചെയ്തൊരു പ്രോസസ്സിലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്ന് ഞാൻ ജീവിക്കുന്ന മുഴുവൻ ബുദ്ധിയിലാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, ദൈവത്തിൻ്റെ നീതി എന്നിൽ നിന്ന് മാറി എന്താ സംഭവിക്കുന്നത്? ലോസ്റ്റ് ഗോഡ് ജസ്റ്റിസ്, ബട്ട് മനുഷ്യൻ്റെ നീതിയാണ് ഇന്ന് എൻ്റെ ഉള്ളിലുള്ളത്. എനിക്ക് എൻ്റെ സ്വന്തം നീതി, ഞാൻ ചിന്തിക്കുന്ന പോലെ ഞാൻ ജീവിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നു, എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു. ദൈവനീതി എന്നിൽ നിന്ന് എന്ത് ചെയ്തു? ഗോഡ്സ് റൈച്ചസ്നെസ് ഓർ ജസ്റ്റിസ് ഗോൺ ഫ്രം മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ നിന്ന് ദൈവത്തിൻ്റെ നീതി നഷ്ടമായി മനുഷ്യനീതി വന്നു. റോമൻസ് ചാപ്റ്റർ 10 വേഴ്സ് 3 അവിടെ എന്താ വായിക്കുന്നത്? റോമൻസ് ചാപ്റ്റർ 10 വേഴ്സ് 3. ദൈവത്തിന്റെ നീതിയുണ്ട്, സ്വന്തം നീതിയുണ്ട്. സെൽഫ് റൈച്ചസ്നെസ് ആൻഡ് ഗോഡ് റൈച്ചസ്നെസ്. ഞാൻ നന്മയും തിന്മയും തിരിച്ചറിയാൻ തുടങ്ങിയപ്പോഴേക്കും when I am able to realize or understand the good and evil, what happened? ദൈവത്തിൻ്റെ നീതി എന്നിൽ നിന്ന് പോയി. ഇപ്പം ഞാൻ എൻ്റെ സ്വന്തം നീതിയിലാണ്, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം, എൻ്റെ സ്വന്തം ബുദ്ധിയിലാണ് ഇന്ന് ഞാൻ ജീവിക്കും. അതാണ് എൻ്റെ സോളിന് സംഭവിച്ചത്. എൻ്റെ സ്പിരിറ്റിന് എന്താ സംഭവിച്ചത്? സ്പിരിറ്റിന് എന്താ സംഭവിച്ചത്? സിമ്പിൾ. എൻ്റെ സ്പിരിറ്റിന് എന്താ സംഭവിച്ചത്? സ്പിരിറ്റിൽ നിന്ന് എന്ത് പോയി? ജീവൻ പോയി അല്ലേ? നീ ഇത് തിന്നുന്ന ആളിൽ മരിക്കും എന്ന് പറഞ്ഞു. മരിച്ചോ? അവൻ മരിച്ചോ? ഇത് തിന്നുന്ന ആളിൽ എന്താ ആത്മാവിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? സെപ്പറേഷൻ എന്താ സംഭവിച്ചത്? എങ്ങനെ സെപ്പറേഷൻ ആയത്? ഞാനിവിടെ മരിച്ചു കിടക്കാന്ന് വിചാരിച്ചു, എന്നിൽ നിന്നെന്തോ പറഞ്ഞു, എന്നിൽ നിന്നെന്തോ പോയി. എൻ്റെ മക്കൾ വന്നിട്ട് എന്നെ പപ്പയെന്ന് വിളിക്കുന്നു. ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ വിഷയമൊക്കെ ഞാൻ പഠിച്ചത് എങ്ങനെയാണെന്ന് അറിയാം. ജോർജ് മാത്യു അങ്കിൾ ഇവിടെ വന്നപ്പോൾ അപ്പോഴാണ് എനിക്കിത് ക്ലിക്ക് ആയത്. ജോർജ് മാത്യു അങ്കിൾ വന്നപ്പോൾ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ മരണമെന്ന് പറഞ്ഞത് ലൂസിങ് ഓഫ് കോണ്ടാക്ട്. എന്നെ വിളിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ? എന്നിൽ നിന്ന് ജീവൻ നഷ്ടപ്പോയി, എൻ്റെ ആത്മാവിൽ ജീവൻ നഷ്ടപ്പെട്ടു. ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്തായി സംഭവിച്ചു? ആത്മാവിന് ദൈവം എന്തിനാണ് നമുക്ക് തന്നെ? യെസ്, ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ദൈവം നമുക്ക് ആത്മാവിന് തന്നെ. അപ്പോൾ ഞാൻ പാപം ചെയ്തപ്പോൾ ആ കോണ്ടാക്ട് അങ്ങ് എന്തായി? ബ്രേക്കായി പോയി. ആ ജീവൻ നഷ്ടമായി പോയി. യേശുക്രിസ്തു എന്തിനാ ഭൂമിയിൽ വന്നേ? ജീവൻ നൽകാൻ. എവിടെ ജീവൻ നൽകാൻ? ഇനി ഞാനൊരു സംശയം ചോദിക്കട്ടെ, സമയം കാണുമ്പോഴാണ് ഞാൻ സംശയം ചോദിക്കാം. ഈ കർത്താവായ യേശുക്രിസ്തു അല്ല ദൈവം ഇവരുടെ പാപം ചെയ്തപ്പോൾ ഇവർക്ക് സംഭവിച്ചത് എന്താ? അവിടെ ഒരു വാക്യം വായിക്കുന്നുണ്ടല്ലോ നമ്മൾ. അല്ലല്ലോ, അവരുടെ ഷെയിം ഒക്കെ വരുന്നതിന് മുമ്പ് അവരുടെ കണ്ണ് തുറന്നു. എവിടെ കണ്ണ് തുറന്നേ? കണ്ണിങ്ങനെ തുറന്നിരിക്കുന്ന മനുഷ്യൻ ബോഡിയിലാണ് കണ്ണ് തുറന്നത്. പിന്നെ ചിന്തിക്കുന്നുണ്ട് എല്ലാവരും, കേട്ടോ, ആക്റ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. എവിടെ കണ്ണ് തുറന്നേ? ബുദ്ധിയിലാണ് കണ്ണ് തുറന്നത്. അന്ന് വരെ ഒരു ദൈവം എന്ത് പറഞ്ഞാലും ദൈവത്തിൽ മാത്രമേ, അവർക്ക് നന്മയും തിന്മയും ഒന്നുമില്ല, ദൈവം എല്ലാം പറയുന്നത് നന്മയായിട്ട് അവർ പറയുകയാണ്. എനിക്ക് സെൽഫായിട്ടൊരു ഡിസിഷൻ ഇല്ലായിരുന്നു അന്ന് വരെ. എൻ്റെ ഡിസിഷൻ മേക്കിങ്ങിലാണ് സോൾ നടക്കുന്നത് അല്ലേ? എൻ്റെ ഡിസിഷൻ മേക്കിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് സോള് അല്ലേ? ആ സോള് എനിക്ക് ഡിസിഷൻ മേക്കിംഗ് ഒന്നുമില്ല, ദൈവം എന്ത് പറയുന്നത് ചെയ്യുന്നു. പക്ഷേ ഞാൻ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ സോളിൽ, എൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു കണ്ണ് തുറന്നു. ഇപ്പോൾ ഞാൻ എടുക്കുന്നതല്ല, എൻ്റെ സ്വന്തം ഡിസിഷനാണ്. മനസ്സിലായില്ലേ? ആ കണ്ണ് തുറന്നത് എവിടെയാണ്? സോളിൽ തുറന്നു. ഞാൻ രക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചൊരു വാക്യമുണ്ടല്ലോ, ലൂക്കോസിന് സൂചിച്ച 24 അധ്യായത്തിൽ. അവരുടെ ഞാൻ ഇപ്പോൾ വന്നപ്പോൾ തുടങ്ങിയപ്പോഴും പറഞ്ഞായിരുന്നു, അവരുടെ കണ്ണ് തുറന്നു. എവിടെ തുറന്നു? ആത്മാവിൽ തുറന്നു. കണ്ടോ? അവിടെ അവരുടെ കണ്ണ് എവിടെ തുറന്നു? സോളിൽ തുറന്നു. അവരുടെ ബുദ്ധിയിൽ തുറന്നു. ബുദ്ധിയിൽ തുറന്നവരൊന്നും രക്ഷിക്കപ്പെട്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ ബുദ്ധിയിലല്ല കണ്ണ് തുറക്കേണ്ടത്, ആത്മാവിൽ കണ്ണ് തുറക്കുമ്പോഴാണ് നാം കർത്താവിനെ അറിയുന്നത്. ആത്മാവിലാണ് കണ്ണ് തുറക്കുമ്പോഴാണ് ആ റിലേഷൻ നമ്മൾ വീണ്ടും റീകണക്ട് ചെയ്യും. ഞാൻ അവിടെ പറഞ്ഞ് നിർത്തുക. ഞാനത് അടുത്ത ദിവസം ഞാനതൊന്ന് ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ട് ഈ സോളും പിന്നെ നമ്മുടെ സ്പിരിറ്റും ആത്മാവും ഇതൊന്നും ഞാനൊരു ഈ ലൈറ്റ് വെച്ച് ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പോൾ ഞാൻ അവിടെ കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞു വന്നുള്ളൂ. ഒന്ന്, അപ്പാർട്ട് ഫ്രം ഗോഡ് ഈസ് സിൻ, വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം. 2, നമ്മുടെ പാപത്തെക്കുറിച്ച് വളരെ ദൈവം ഏത് നിലയിലാണ് ഈ പാപത്തെ കാണുന്നുള്ളൊരു ബോധ്യം ദൈവമക്കളായ നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ എനിക്ക് 8 ക്വസ്റ്റ്യൻസ് 8 കാര്യങ്ങളായിരുന്നു നമ്മൾ തീർക്കാനുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ 4ാമത്തെ പോയിന്റിൽ നിർത്തുകയാണ്. 4ാമത്തെ പോയിന്റ് തീർന്നിട്ടില്ല, അത് നമ്മൾ അടുത്ത പ്രാവശ്യം കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതായിരിക്കും. ദൈവം വെച്ചാൽ വായിച്ചും മനസ്സിലാക്കേണ്ടി വരിക. ചോദ്യങ്ങൾ ഇവിടെ അല്ല ചോദിക്കാം, നമ്മൾ പുറത്ത് ചോദിക്കാം. ദൈവം സഹായിക്കട്ടെ. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്,
ഈ ഒരു ബോധ്യം നമ്മളെ ഭരിക്കണം. കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് ഓർക്കാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവവചനം വായിക്കുമ്പോൾ കർത്താവ് നീ എൻ്റെ കണ്ണ് തുറക്കണമേ എന്നുള്ള ബോധ്യത്തിൽ നാം ദൈവവചനം വായിക്കണം എന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു വിട്ടു. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കർത്താവ് അപ്പാർട്ട് ഫ്രം ഗോഡ് ഈ സിൻ ആണെങ്കിൽ ഏത് ചെറുതായ കാര്യം നിൻ്റെ മഹത്വം നിന്നെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ കർത്താവ് ഞാൻ പാപത്തിലാണ്. ഒരു ബോധ്യം എന്നെ ഭരിക്കണം. ദൈവത്തെ കൂടാതെ എൻ്റെ ജീവിതത്തിൽ വരുന്നതെല്ലാം. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി ഇരിക്കാതെ എനിക്ക് എന്നെ കാണാൻ പറ്റില്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ് നിർത്താം. ഞാൻ പറയണമെന്ന് വിചാരിച്ചല്ല. ഈ പത്രോസ് മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ, മീൻ പിടിക്കാൻ പോയിട്ട് തിരിച്ചു വന്ന് കർത്താവ് അവരുടെ ചെന്നല്ലോ. അപ്പോൾ കർത്താവ് അവരുടെ ചെന്നപ്പോൾ പത്രോസും ശിഷ്യന്മാരൊക്കെ കൂടെ നിൽക്കുന്നുണ്ട്. പത്രോസ് യേശുവിനെ കണ്ടപ്പോൾ എന്താ വായിക്കുന്നത് അവിടെ? കണ്ടോ? അത് അത്രയും കാലം ഒന്നും നഗ്നനല്ലായിരുന്നു. ഈ രാത്രി മുഴുവൻ 10-11 പേര് 5-8 പേര് ആ ബോട്ടിലുണ്ടായിരുന്നു. ഇവർക്കൊന്നും ഇവൻ്റെ നഗ്നത കാണാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ കർത്താവ് വന്നപ്പോൾ അവൻ നഗ്നനായത് ബോധ്യം വന്നു. അവിടെയാണ് അതിന് അതവിടെ. നാം ദൈവസന്നിധിയിൽ ഇരിക്കാതെ, ദൈവവചനത്തിന് മുമ്പാകെ ഇരിക്കാതെ നമ്മുടെ നഗ്നത നമുക്ക് മനസ്സിലാവില്ല. ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ. ദൈവത്തെ യെശയ്യാവ് കർത്താവിനെ കണ്ടപ്പോൾ അവൻ അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത മനുഷ്യൻ. യോഹന്നാൻ ദൈവത്തെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ. ഇയ്യോബ് ദൈവഭക്തനായ മനുഷ്യൻ ദൈവത്തെ കണ്ടപ്പോൾ അയ്യോ ഞാൻ അനുതപിക്കുന്നു, ഞാൻ ചാരത്തിലിരിക്കുന്നു. എന്ത് ചെയ്തിട്ട്? ഇതാണ് ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ കാണുമ്പോഴാണ് നമ്മുടെ നഗ്നതയും നമ്മുടെ പാപം അറിയുന്നത്. ആ ഒരു ലെവലിലോട്ടുള്ള ജീവിതമാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഈ ലെവലിൽ നമ്മൾ പാപത്തെ മനസ്സിലാക്കണം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കണം. 5 മിനിറ്റ് ഞാൻ കൂടുതലെടുത്തു, എന്നോട് ക്ഷമിക്കണമേ. ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ.